നിറയെ ആളില്ലെങ്കിലും പരിണതപ്രജ്ഞരായ കുറേ ആളുകൾ നമുക്കൊന്ന് കൂട്ടമായി ഇരുന്ന് ചിന്തിക്കുവാനുള്ളൊരു അവസരമായിട്ടാണ് എൻ്റെ പ്രഭാഷണം ഞാൻ ഉപയോഗിക്കുക. ഞാൻ പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുക എന്ന പ്രക്രിയയ്ക്ക് അപ്പുറത്ത് ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ ഇതിഹാസ പുരാണാദികളുടെ എല്ലാം അടിത്തറ. ചോദ്യോത്തരങ്ങളാണ്. ഉമാമഹേശ്വര സംവാദമാണ് അധ്യാത്മരാമായണമെങ്കിൽ, കൃഷ്ണ അർജുന സംവാദമാണ് ഭഗവത്ഗീതയെങ്കിൽ, ജനമേജയ വൈശമ്പായന സംവാദം ഇല്ലേ? നമ്മുടെ പുരാണങ്ങളെല്ലാം സംവാദങ്ങളാണ്. ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് തന്നെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് സത്യത്തെക്കുറിച്ച് തിരഞ്ഞ് നടന്നവരുടെ കൂട്ടായ്മകളായിരുന്നു. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഉപവിഷ്ടരാവുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക എന്നതാണ്. നമ്മളെല്ലാം അടുത്തിരിക്കുകയാണ്. നിശേഷ സത്യത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടാക്കിയതാണ്. സത്യം പലവിധമുണ്ട്. അർദ്ധസത്യമുണ്ട്, അപൂർണ സത്യമുണ്ട്, അസത്യമുണ്ട്, ആപേക്ഷിക സത്യമുണ്ട്. അസത്യം സത്യമാകുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു പെണ്ണിനെ അക്രമകാരികൾ ആക്രമിക്കാൻ വേണ്ടി പിറകെ ഓടുമ്പോൾ ആ പെണ്ണ് നമ്മളെ മുന്നിൽ എന്നോട് ഞാനിതുവഴി വന്നത് പറഞ്ഞു കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഒളിക്കുമ്പോൾ ഈ അക്രമകാരികൾ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു, ഇതുവഴി ഒരു പെണ്ണ് പോകുന്നത് കണ്ടോ എന്ന്. അപ്പൊ നമ്മൾ സത്യം വദ ധർമ്മം ചര, സത്യം മാത്രമേ പറയൂ, അതുകൊണ്ട് ഇതാ ആ പെണ്ണ് അവിടെ ഒളിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ സത്യം പറഞ്ഞെങ്കിൽ അതാണ് അസത്യം. ഒരു സത്യം കൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷപ്പെടുന്നില്ലെങ്കിൽ അത് അസത്യമാണ്. ഒരസത്യം കൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് സത്യമാണ്. അപ്പൊ സത്യം എന്ന് പറയുന്നത് ശരിയും തെറ്റുമെന്നും തീർച്ചപ്പെട്ടിട്ടില്ല ഇതേ വരെ എന്നൊരു പ്രയോഗമുണ്ട്. ഈ വാക്ക് സോഫോക്ലിസിന്റെ ആണ്. റിപ്പബ്ലിക്കൻ കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ശരിയും തെറ്റുമൊന്നും തീർച്ചപ്പെട്ടിട്ടില്ല ഇതേ വരെ. എന്റെ ശരി നിങ്ങൾക്ക് തെറ്റായിരിക്കാം, നിങ്ങളുടെ ശരി എനിക്ക് തെറ്റായിരിക്കാം. ആത്യന്തികമായി ശരിയുണ്ടാകുന്നത് എൻ്റെ ശരിയും നിങ്ങളുടെ ശരിയും കൂടി നമ്മുടെ ശരിയാകുമ്പോഴാണ്. എന്നാൽ ഇന്ന് എനിക്കൊരു ശരിയുണ്ട്, നിനക്കൊരു ശരിയുണ്ട്, നമുക്കൊരു ശരിയില്ല. ആ അവസ്ഥയിലേക്ക് ലോകം പോവുകയാണ്. അതുകൊണ്ടാണ് അടുത്തിരുന്ന് ചർച്ച ചെയ്യണം. ആപേക്ഷിക സത്യം മാത്രം പോരാ. സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, സത്യമല്ലേ? അല്ല, അത് അസത്യമാണ്. സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. ഭൂമി കറങ്ങുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. ഞാനിങ്ങോട്ട് വരുന്ന വഴിയിൽ ട്രെയിനിൽ ഷൊർണൂര് വണ്ടി എത്തിയിട്ട് കുറേ നേരം, ഉച്ച സമയത്ത് ഏറെ നേരം വണ്ടി 12 മണിക്ക് അവിടെ നിർത്തിയിട്ടു. അവിടുത്തെ പ്ലാറ്റ്ഫോമിലുള്ള വടയും ഇഡ്ഡലിയും തീർന്നാലേ വിടൂ എന്നാ പറഞ്ഞേ ശേഷം മാഷ്. അതുവരെ അവിടെ പിടിച്ചിട്ടു. അകത്ത് ഭയങ്കരമായ ചൂട്. ഫാൻ ഉണ്ടെങ്കിലും കാറ്റൊന്നും വരുന്നില്ല. വണ്ടി ഒന്ന് പുറപ്പെട്ടെങ്കിൽ നമുക്കൊരു കാറ്റ് കിട്ടുമായിരുന്നു. എല്ലാവരും കയ്യിൽ കിട്ടിയ കടലാസുകളൊക്കെ വീശിയിട്ട് എന്താ വണ്ടി പുറപ്പെടാത്തതെന്ന് ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ സമാധാനം, വണ്ടി പുറപ്പെട്ടു. വണ്ടി സ്പീഡായി പോകുന്നുണ്ടെങ്കിലും കാറ്റ് വരുന്നില്ല. എന്തായാലും ഭാരതപ്പുഴയുടെ പാലം കടക്കുമ്പോൾ കാറ്റ് വരുമായിരിക്കുമല്ലോ എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരുന്നു. വണ്ടി സ്പീഡായി പോയി. കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തൊട്ടപ്പുറത്ത് നിർത്തിയ വണ്ടി പിറകോട്ട് പോയതാ. നമ്മുടെ വണ്ടി നിന്നെടുത്ത് നിൽക്കുക. നമുക്ക് തോന്നിയതാ നമ്മുടെ വണ്ടി പോയതാണ്, അപ്പുറത്തെ വണ്ടി പിറകോട്ട് പോയതാ. ഇതുപോലെയാണ് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. ഇതിന് ആപേക്ഷിക സത്യം എന്ന് പറയും. പക്ഷെ ആത്യന്തികമായ ഒരു സത്യമുണ്ട്. ഈ സത്യത്തിന്റെ അടുത്തെത്തിയാൽ മറ്റെല്ലാ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും അപൂർണ സത്യങ്ങളും അപ്രസക്തമാകും. ഈ സത്യത്തെ അന്വേഷിച്ചിട്ടുള്ള യാത്രയാണ് മനുഷ്യന്റെ യാത്ര. മനുഷ്യൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത്? സത്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അസത്യങ്ങൾ അർദ്ധസത്യങ്ങൾ 1,00,000 കുട്ടിവെച്ചാലും ഒരു കൊച്ചു സത്യത്തിന്റെ അടുത്തെത്തില്ല. ഇപ്പൊ നോക്കൂ, രാത്രിയിൽ ഇവിടെ എത്ര ബൾബ് കത്തും? എല്ലാവരുടെയും ലൈറ്റ് വേണ്ടേ? എന്നാൽ ആകാശത്ത് 1,00,000 നക്ഷത്രങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് വെളിച്ചം കിട്ടുന്നുണ്ടോ? ബൾബ് വേണം. ഇപ്പോഴോ ഒറ്റ നക്ഷത്രമേ ഉള്ളൂ, ഒരു ബൾബും വേണ്ട, നമുക്ക് ഇഷ്ടംപോലെ വെളിച്ചം കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാ?
പകല് കത്തുന്ന നക്ഷത്രത്തെക്കാൾ എത്രയോ വലിയ നക്ഷത്രങ്ങൾ രാത്രിയിൽ ഉണ്ട്. തിരുവാതിര നക്ഷത്രം സൂര്യന്റെ എത്രയോ ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രമാണ്. എന്നിട്ട് നമുക്ക് വെളിച്ചം കിട്ടുന്നില്ല. പകല് വെളിച്ചം കിട്ടുന്നു. കാരണം നമ്മൾ സത്യത്തിനടുത്താണ്, സൂര്യനടുത്താണ് നമ്മൾ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഇവിടെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണ്ട. ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. ഓക്കെ. അപ്പോ പകല് കത്തുന്ന നക്ഷത്രം, നമ്മൾ ആ നക്ഷത്രത്തിന് അടുത്തായതുകൊണ്ട് നമുക്ക് കൂടുതൽ വെളിച്ചം കിട്ടുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ നാട്ടുകാരൻ എഴുതിയ വരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ സാധനം നിങ്ങളുടെ നാട്ടുകാരൻ ഒരു വരി എഴുതിയിട്ടുണ്ട്. പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ, ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി, വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ, 1000 ജാതികൾ, 1000 മതങ്ങൾ, 1000 ദൈവങ്ങൾ എന്നൊരു പാട്ടിലെ വരിയാണിത്. നമുക്ക് ആ സത്യത്തെ അന്വേഷിക്കണം, നിശേഷ സത്യത്തെ. ആ സത്യത്തെ അന്വേഷിക്കാൻ അടുത്തിരുന്നിട്ട് ഉപവിഷ്ടരായിട്ട് ചർച്ച ചെയ്തുണ്ടാക്കിയതാണ് ഉപനിഷത്ത്. പിടികിട്ടിയോ? പക്ഷെ നമ്മുടെ അറിവുകൾ പിന്നീട് തുടർച്ചയുണ്ടായില്ല. ഉപനിഷത്തുകളുടെയും വേദങ്ങളുടെയും വേദാന്തത്തിന്റെയും കാലഘട്ടവും കഴിഞ്ഞ്, അഷ്ടാദശ പുരാണങ്ങളുടെ കാലവും കഴിഞ്ഞ്, പിന്നെ അതുപോലെയൊന്നും ഉണ്ടാവുന്നില്ല. എന്തേ? ഇപ്പൊ സാഹിത്യത്തിന് ലോകത്ത് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും നാട്ടുകാരല്ലേ നമ്മൾ? ഇന്ത്യക്കൊരു നോബൽ സമ്മാനം കിട്ടാൻ നമ്മൾ എത്ര കാലമായി കൊതിക്കുന്നു. ഭാരതത്തിന് ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാണെന്നറിയാവോ? ഏതാ? ഗീതാഞ്ജലി. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി. ഏറ്റവും ഒടുവിൽ ഏതിനാ കിട്ടിയെന്നറിയാവോ? ഏറ്റവും ഒടുവിൽ നോബൽ സമ്മാനം കിട്ടിയത് ഏതിനാ? സാഹിത്യകൃതി. അത് തന്നെ, വേറെ കിട്ടിയിട്ടില്ല. ആദ്യവും അവസാനവുമായിട്ട് കിട്ടിയത് ഗീതാഞ്ജലി മാത്ര. എന്താ വേറെ കിട്ടാത്തതെന്നറിയാവോ? വേറെ കിട്ടാത്തത് 2000 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട കൃതികളെല്ലാം നമ്മൾ വായിക്കും. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ എഴുതിയത് വായിച്ചവരെത്രയുണ്ട്? നമ്മുടെ പുരാണങ്ങളുടെ ഏറ്റവും മനോഹരമായ ദാർശനികമായ അടിത്തറ, മിസ്റ്റിസിസം, ജീവാത്മാ പരമാത്മാ ബന്ധത്തെക്കുറിച്ച് അതിമനോഹരമായി എഴുതിയ കാവ്യം വിദേശികളൊക്കെ അത്ഭുതത്തോടുകൂടി, നിങ്ങൾ വിദേശത്തൊക്കെ പോയാൽ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ പലരും പറയും യു ആർ ഫ്രം ദി ലാൻഡ് ഓഫ് ഗീതാഞ്ജലി, ഗീതാഞ്ജലിയുടെ നാട്ടുകാർ. അവരൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളോ? ഈ പ്രപഞ്ച വിധാതാവിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ഗീതകമുണ്ടതിൽ. ഈ പ്രപഞ്ചം നാദബ്രഹ്മം എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നത്. നാദബ്രഹ്മം, ഈ പ്രപഞ്ചം അങ്ങയുടെ സംഗീതമാണ് മഹാപ്രഭോ എന്ന് പറയുന്നൊരു ഗീതകം. ഞാനറിവീല ഭവാന്റെ ഗോ മോഹനഗാനാലാപന ശൈലി, നിഭൃതം ഞാനതു കേൾപ്പൂ സതതം നിതാന്ത വിസ്മയശാലി. ഉദയദ്ഗാന പ്രകാശകലയാൽ ഉജ്വല ശോഭം ഭുവനം, അലതല്ലിടുകയാണധിഗഗനം വായുവിലീശ്വരചലനം. അലിയിക്കുന്നോ ശിലകളെ ഈശ്വരഗംഗാ സരഭസഗമനം. പാടണമെന്നുണ്ടീ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ, പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു
പദം വരുന്നീലല്ലോ. പ്രാണനുറക്കെ കേണീടുന്നു പ്രഭോ പരാജിത നിലയിൽ, നിബദ്ധനിഹ ഞാൻ നിൻ ഗാനത്തിൻ നിരന്തമാകിയ വലയിൽ. ഇത്രയും മനോഹരമായിട്ട് ദൈവ പ്രപഞ്ചവിധാതാവിനെ വ്യാഖ്യാനിച്ചൊരു ഈ വരി ഞാൻ വേറെ കേട്ടിട്ടില്ല. പക്ഷേ ആ നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനമായിരിക്കുന്ന ഗീതാഞ്ജലി വായിച്ചവരെത്ര പേരുണ്ടെന്ന് കൈവക്കൂ. ഗീതാഞ്ജലി വായിച്ചവരൊന്ന് കൈവക്കൂ. ഒരാൾ കൈവക്കിയിട്ടുണ്ട്, 2, 3, 4. അപ്പം വേറെ നോബൽ സമ്മാനം കിട്ടാത്തതിൻ്റെ കാര്യം മനസ്സിലായോ? നമ്മുടെ അഭിമാനമായത് നമ്മൾ വായിച്ചിട്ടില്ല. എന്താണ് പറ്റിയത്? നമുക്ക് നിസ്സത്തില്ല. നമുക്ക് ബാഹ്യമായ, അതായത് ദൈവവിശ്വാസത്തിൻ്റെ ബാഹ്യമായിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളും അതിൻ്റെ പ്രതിഷ്ഠാദി കർമ്മങ്ങളും ശ്രീകോവിലാദി, തിടപ്പള്ളി, നടപ്പന്തൽ, കൊടിമരം, അഗ്രശാല, ബലിക്കപ്പുര, നമസ്കാര മണ്ഡപം, ചുറ്റമ്പലം, ഇത്തരം കാര്യങ്ങളെല്ലാം ഗംഭീരമായി വളർന്നു അല്ലേ? വളർന്നല്ലോ. പക്ഷെ അതിൻ്റെ ആന്തരികമായത് വളർന്നോ? ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യം പ്രാർത്ഥിച്ചതെന്താ? വേദങ്ങളുടെ മൂലമന്ത്രം എന്താ? വേദങ്ങളുടെ മൂലമന്ത്രം സൂര്യഗായത്രിയാണ്. ഈ സൂര്യഗായത്രി എന്താണ്? ഈ ഭൂമിക്ക് ഐശ്വര്യം കൊടുക്കുന്നവനെ ഭുവർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഭർഗസിന്റെ പ്രവാഹമേ വന്നാലും എന്നാണ്. എന്താ ഭർഗസിന്റെ പ്രവാഹം? ഊർജപ്രവാഹം. ആ ഊർജപ്രവാഹം കൊണ്ടാണ് ഈ ഭൂമിക്ക് ഐശ്വര്യം ഉണ്ടായത്. ഈ ഭൂമിയിലല്ലാതെ മറ്റെവിടെയും മഴയില്ല, പുഴയില്ല, പുഴയുടെ തീരത്ത് തീർത്ഥമില്ല. ഈ ഭൂമിയിലല്ലാതെ അമ്പലങ്ങളും പള്ളികളുമില്ല, എവിടെയുമില്ല. എന്തുകൊണ്ടാ? ഇവിടെ ആ ഊർജപ്രവാഹത്തെ ഏറ്റുവാങ്ങാൻ സസ്യലതാദികളുണ്ട്. സസ്യലതാദികൾ ഉണ്ടാവാൻ വെള്ളമുണ്ട്, വായുവുണ്ട്. ആ വെള്ളവും വായു ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു കുരു മാത്രമേ ഈ പ്രപഞ്ചത്തിൽ ഐശ്വര്യമുള്ളതുള്ളൂ. എല്ലാ ഗോളങ്ങളും കുരുവാ. കുരു എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലല്ലേ? ഗോളം എന്നതിൻ്റെ പച്ച മലയാള കുരു. മനസ്സിലായോ? ഗോളം, പ്രപഞ്ചത്തിന്റെ തനത് ഭാവം ഗോളല്ലേ? സ്വതന്ത്രമായി ഏതൊന്നിനെ വിട്ടാലും അത് ഗോളമായി തീരും. ഒരു കല്ലിനെ ആകാശത്തെറിഞ്ഞാൽ അത് ഗോളമാകാത്തത് കല്ലിന്റെ തന്മാത്രകൾ പരസ്പരം ഘടിപ്പിച്ചിട്ട് അനക്കാൻ പറ്റാതെ റിജിഡ് ആയതുകൊണ്ടാ. എന്നാൽ ഫ്ലെക്സിബിൾ ആയ എന്തിനെ വിട്ടുനോക്കിയാലും ഗോളാവും. എങ്ങനെ? നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളം എടുക്കുക, ആകാശത്തേക്ക് ഒഴിച്ചാൽ ബക്കറ്റിന്റെ ഷേപ്പിൽ നിൽക്കുവോ വെള്ളം? ഇല്ല. അതെല്ലാം ഗോളങ്ങളാവും. ചപ്പാത്തിക്ക് നമ്മൾ എത്ര ഉരുട്ടിയാലും മുട്ട പോലെ ഒരു ഭാഗം നീണ്ടുപോകും. എന്നാൽ ആകാശത്തേക്ക് വെള്ളം ഒഴുക്കിയാൽ കൃത്യം ഗോളങ്ങളായി. ആരാ ഇത് ഇത്ര കൃത്യമായി ഉരുട്ടിക്കൊടുക്കുന്നവൻ? അവിടെ ദൈവത്തെ കാണണം. ആരാണിത് ഉരുട്ടിക്കൊടുക്കുന്നവൻ? കൃത്യം ഗോളമാകും. ആ ഗോളമാണ് പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമെല്ലാം. അതിന്റെ പച്ച മലയാളത്തിൽ കുരു എന്ന് പറയും. ഒരുപാട് കുരു ഈ പ്രപഞ്ചത്തിലുണ്ട്. ഐശ്വര്യമുള്ള ഒരു കുരുവേ ഉള്ളൂ. അത് ശ്രീയുള്ള കുരു, ശ്രീകുരു. അത് നമ്മുടെ അംബ ഭൂമിയാണ്. അതാ ശ്രീ കുരു അംബ. അതാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പേ. മനസ്സിലായോ? ശ്രീ കുരുമ്പ എന്താന്ന് മനസ്സിലായോ? കാലിൽ ചവിട്ടുന്നതിന് മുമ്പ് സമുദ്രവസനേ ദേവി പർവതസ്ഥന മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. എന്റെ കാൽച്ച വിട്ട് പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് ആ ഭൂമിയോട് ക്ഷമ ചോദിച്ചിട്ട് മാത്രമേ പണ്ടുള്ളവർ കാലെടുത്ത് നിലത്ത് വെക്കാറുള്ളൂ. ആ ഭൂമിക്ക് ഐശ്വര്യം കൊടുക്കുന്നത് സൂര്യന്റെ പ്രകാശമാണ്. കഴിഞ്ഞ കൊല്ലം ഞാനിപ്പോ നിങ്ങളോട് പ്രസംഗിക്കുന്നത് എന്റെ ശബ്ദത്തിന്റെ ഊർജമല്ലേ? ശബ്ദോർജമാണ്. ഈ ശബ്ദോർജം എനിക്ക് എവിടുന്ന് കിട്ടി? കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ ഉദിച്ച സൗരോർജമാണ് എൻ്റെ ശബ്ദോർജം. കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും
അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോസിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോൾ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ ഹൈദരാബാദ് നിന്ന് കയറ്റിയാൽ സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂര്, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂര്, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹിപ്പാലം, തലശ്ശേരി, മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിൽ കൊണ്ടുവന്ന് അവിടുന്ന് മാനന്തവാടി, കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ കൂത്തുപറമ്പ് 20 കിലോമീറ്റർ അപ്പുറത്തുള്ള ചിറ്റാരിപ്പറമ്പിലെ എൻ്റെ നാട്ടിലെ റേഷൻ കടയിലെ ബാസുവാട്ടിന്റെ റേഷൻ കടയിൽ കൊണ്ടുവന്ന അരി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൊടിച്ചിട്ട് 2 കഷ്ണം പിട്ട് രാവിലെ 2:45 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൊതിഞ്ഞിട്ട് എൻ്റെ ഭാര്യ തന്നിരുന്നു. ഞാനത് ഷൊർണൂര് വെച്ച് തിന്നു. അതിന്റെ ഊർജം കൊണ്ടാ എന്റെ തൊണ്ടേ നീ ശബ്ദം കേൾക്കുന്നത്. മനസ്സിലായോ? ഭർഗോദേവസ്യ ധീമഹി. പിടികിട്ടിയോ? ആ ഊർജത്തിന്റെ ഉറവിടമായ സൂര്യൻ. പുറത്തുള്ള ഊർജം മാത്രം പോരാ. ഹേ സൂര്യ, ധിയോ യോ ന പ്രചോദയാത്. ആന്തരിക വെളിച്ചം വേണം. ആന്തരിക വെളിച്ചമുള്ള ഒരേ ഒരു ജന്തു മനുഷ്യനാ. അവനവന്റെ പേരറിയുന്ന ലോകത്ത് ഒരേ ഒരു ജന്തു മനുഷ്യനാ. ഒരു പട്ടിക്കും പട്ടിയുടെ പേര് പട്ടിയാണെന്ന് അറിയില്ല. ആനക്ക് തന്റെ പേര് ആനയാണെന്നറിയില്ല. ഈ ഭൂമിക്കും ആകാശത്തിനും സൂര്യനും പേരിട്ടത് നമ്മളാ. കാരണം നമ്മളെ അറിയാം. നമുക്കുള്ളിൽ പ്രകാശമുണ്ട്. ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശം, അന്തർമുഖത്വം, അവനവനെയും അകവും പുറവും വെളിച്ചമുള്ളതാ. പുറത്ത് വെളിച്ചം തരുന്ന ആളെ എന്ത് പറയും? കൃഷ്ണൻകുട്ടി എന്നാ പറയാ കേട്ടോ. അതാരാപ്പ? ഇലക്ട്രിസിറ്റി മന്ത്രി കൃഷ്ണൻകുട്ടി. മനസ്സിലായോ? അകത്ത് വെളിച്ചം തരുന്ന ആളെ എന്തു പറയും? വെളിച്ചത്തിന് സംസ്കൃതത്തിൽ ദിവം എന്ന് പറയും. ദിവാകരൻ സൂര്യനല്ലേ, പ്രകാശം കരമാക്കിയിരിക്കുന്നവൻ. അകത്ത് വെളിച്ചം തരുന്ന ആളെ, ദിവം തരുന്ന ആളെ എന്ത് പറയും? ദൈവം. പിടികിട്ടിയോ? ദൈവം എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിപ്പിച്ച് തരുന്ന ആളല്ല. നമ്മൾ പലരും അങ്ങനെയാ. കഴിഞ്ഞ ക്രിസ്മസ് ബമ്പർ നറുക്കെടുപ്പിന്റെ പിറ്റേ ദിവസം എൻ്റെ നാട്ടിലെ ഒരു ചുമട്ടു തൊഴിലാളി സെബാസ്റ്റ്യൻ ആത്മഹത്യ ചെയ്തു. എന്തിനാ ആത്മഹത്യ ചെയ്തു? ആർക്കും ഒരു വിഷയവും കിട്ടുന്നില്ല. ഭാര്യക്കും മക്കൾക്കും അറിയില്ല. അവന്റെ കൂട്ടുകാരോട്, ഒരുമിച്ച് ജോലി ചെയ്യുന്ന മറ്റു ചുമട്ടു തൊഴിലാളികളോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് 50,000 റുപ്യ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് 100 ടിക്കറ്റ് എടുത്തു. ക്രിസ്മസ് ബമ്പർ 100 ടിക്കറ്റ്. ഒരു ടിക്കറ്റിന് 500 റുപ്യ. എന്നിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും, ഒരു ടിക്കറ്റിന് അടുപ്പിച്ച് തരണേ. അവസാനം നറുക്കെടുപ്പ് കഴിഞ്ഞു നോക്കുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ചുള്ള നമ്പർ ടിക്കറ്റ് കുറേ ഉണ്ടാകുമ്പോൾ അവസാനത്തെ നമ്പറല്ല ശരിയായാൽ കുറച്ച് പൈസ 2,500 റുപ്യ കിട്ടി. 50,000 ചെലവാക്കി 2,500 റുപ്യ കിട്ടി. ലോണ് തിരിച്ചടക്കാൻ പറ്റുന്നില്ല. ഒന്നുപോലും കിട്ടാത്തതിന്റെ ഇച്ഛാഭംഗം. 100 ടിക്കറ്റ് ഉണ്ടായിട്ട് ഒന്നിൽ അടുപ്പിച്ച് തന്നോ. ദൈവത്തോട് കോപിച്ചു, ആത്മഹത്യ ചെയ്തു. ആർക്ക് പോയി? അവന്റെ ഭാര്യയും മക്കൾക്ക് പോയി. ഇവന്റെ വിചാരം എന്താ? ഈ പ്രാർത്ഥിച്ച ദൈവം ഇവന്റെ ലോട്ടറിന്റെ നമ്പറും കുറിച്ചെടുത്തിട്ട് തിരുവനന്തപുരത്ത് ലോട്ടറിന്റെ നറുക്കെടുക്കുന്ന ആഫീസിൽ പോയിട്ട് ഈ നറുക്ക് ഇവന്റെ നമ്പർ തെറിപ്പിച്ചു കൊടുക്കുന്ന ആളാ ദൈവം. നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിന് ലോട്ടറി അടിപ്പിച്ചു കൊടുത്ത് ഒരൊറ്റ ദൈവത്തെ എനക്കും നിങ്ങൾക്കും പരിചയമുള്ളൂ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമുണ്ട്. ആ ദൈവത്തിന്റെ പേര് കിലുക്ക സിനിമയിലെ രേവതിയാ. ഇന്നസെന്റിന്റെ ലോട്ടറി നമ്പർ കുറിച്ചെടുത്തിട്ട് ലോട്ടറി അടിപ്പിച്ചു കൊടുക്കുന്ന മലയാള സിനിമയിലെ എക്കാലത്തെയും അതിസുന്ദരമായിരിക്കുന്ന തമാശ രംഗ ഓർമ്മയില്ലേ? കിട്ടുണ്ണിയേട്ടാ കാമധേനുവിന്റെ ഫലം എന്ന് പറഞ്ഞിട്ട് ലോട്ടറി അടിപ്പിച്ചു കൊടുക്കുന്നു. ഈ പണിയാണോ ദൈവത്തിന്? അല്ല. ദൈവം എന്ന് പറയുന്നത് ബാഹ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? മനോഹരമായ ഒരു തലച്ചോറ് തന്നിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെയാ? ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള എല്ല് തലയോട്ടിയാണ്. അതുകൊണ്ട് ആ തലയോട്ടിക്കുള്ളിലുള്ള ചോറാണ് ഏറ്റവും പ്രധാനം. തലച്ചോറ്. ഏറ്റവും അപ്രധാനമായ അവയവം ഏതാ? എല്ലേ ഇല്ലാതെ വെറും ഇറച്ചി മാത്രമാക്കി വെച്ചിരിക്കുന്ന വയറാണ്. അത് വെറും ഇറച്ചിയാണ്. അത് അപ്രധാനമാണ്. ഇതാണ് പ്രധാനം മനുഷ്യന്. എന്നാൽ ഇതിനേക്കാൾ ഈ ചോറിന് പ്രാധാന്യം കൊടുക്കുന്നവരാ ഭക്തന്മാര് കൂടുതലും. ഞാൻ തെളിയിച്ചു തരട്ടെ. ഈ ഭാഗവത സപ്തം നടത്തുമ്പോ രാവിലെ വായിക്കുമ്പോ ഒക്കെ എത്ര ആളുണ്ടാവും ഇവിടെ. പക്ഷെ ഉച്ചക്കുള്ള ആളെ നോക്കോ, ഊട്ടുവരെ ഉണരുമ്പോ എന്താ തിരക്ക് അല്ലേ? അപ്പോ ഈ ചോറിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? അതാ
ആലോചിച്ച് നോക്കുക, ഉള്ളിൽ വെളിച്ചം ഉണ്ടാവണം. ആ വെളിച്ചം നിങ്ങളുടെ നാട്ടുകാരെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആളെ മനസ്സിലായോ? വയലാർ രാമവർമ്മയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം എഴുതിയ അതിമനോഹരമായ ഒരു കവിതയുണ്ട്, കേട്ടിട്ടുണ്ടോ? സിനിമാ പാട്ട് മാത്രമല്ല, നല്ല കവിത എഴുതിയിട്ടുണ്ട്, സർഗസംഗീതം. അതിൽ ആദ്യത്തെ ശ്ലോകം ഓർമ്മയുണ്ടോ? ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമൻ ദർശനം. അരണ്യന്തരങ്ങളിൽ, കാട്ടിനകത്ത അമ്പരചുംബികളായ കെട്ടിടങ്ങളിലോ ആശ്രമങ്ങളിലോ കൊട്ടാരക്കെട്ടുകളിലോ ഒന്നുമല്ല ദർശനമുണ്ടായത്. കാട്ടിനകത്ത്, ബൃഹദാരണ്യകം, നൈമിഷാരണ്യം അല്ലേ, കാട്ടിനകത്താണ്. ഗഹ്വരോദരങ്ങളിൽ, ഗുഹയ്ക്കകത്താണ്. കരണ്ടില്ല, ഓടലെണ്ണ ഒഴിച്ചു കത്തിച്ച ചിരാതിന്റെ വെളിച്ചത്തിൽ എഴുതാൻ ബോൾ പെന്നില്ല. പൂതണക്കിന്റെ തൊലി പൊളിച്ചെടുത്തിട്ട് അതിൽ ഇരുമ്പാണി കൊണ്ട് കോറി എഴുതിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. മനസ്സിലായോ? അതാണ് ഭൂർജപത്രം, അതിലാ എഴുതി വെച്ചത്. സൈന്ധവോദാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ, സിന്ധു നദിയുടെ മനോഹരമായ കറുത്ത മണൽത്തിട്ടകളിൽ ആരായിരുന്നു അന്തർമുഖരായിരുന്നിട്ട് ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ടാക്കിയ ജ്ഞാനത്തിനേക്കാൾ വലിയതൊന്നും ഇപ്പൊ പുറത്തു നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അന്തർമുഖരായി ഈ പ്രപഞ്ച പരിണാമങ്ങൾ, മാറ്റം, സർഗാത്മകത, സൃഷ്ടിപരത, അതിന്റെ സത്യവും സാരവും എന്തെന്ന് തേടി അലഞ്ഞു. അവരുടെ ചൈതന്യം നമ്മുടെ ദർശനമാവണം. ഭാരതത്തിലെ ഭക്തിയുടെ അടിത്തറ ദർശനമാണ്. എന്താ ദർശനം? കാഴ്ച. കാഴ്ച രണ്ടുണ്ട്, പുറം കാഴ്ചയും അകക്കാഴ്ചയുമുണ്ട്. ഉച്ചിയിലിരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ, അച്ഛൻ കോവിലയ്യപ്പ രക്ഷയേകു. സത്യമാം 18 തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പുരാനെ. എന്ത് ദർശന? യോഗപട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ വിഗ്രഹം എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണമേ എന്നാണോ പ്രാർത്ഥിച്ചത്? അല്ല. അവിടെ എത്തുമ്പോ നമ്മുടെ പി ജയചന്ദ്രനില്ലേ, കഴിഞ്ഞ കൊല്ലം മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ, അദ്ദേഹം പാടിയൊരു പാട്ടുണ്ട്, ശബരിമല സ്വാമി അയ്യപ്പൻ സിനിമയ്ക്ക് വേണ്ടി. ഈ പാട്ടിന്റെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക്? മലക്ക് പോകാൻ പറ്റാത്തവർക്ക് മലക്ക് പോകുമ്പോഴുണ്ടാകുന്ന അനുഭൂതി ഉണ്ടാക്കി കൊടുക്കുന്ന പാട്ടാണിത്. മാലയിട്ടിട്ട് ശബരിപീഠത്തിലെത്തി ശരണം വിളിക്കുന്നത് വരെയുള്ള, പമ്പയിൽ വിരിവെക്കുന്നതും പേട്ട തുള്ളുന്നതും അഴുതാനദിയിൽ മുങ്ങുന്നതും കല്ലിടാൻ കുന്നിലിട്ട് വണങ്ങുന്നതും എല്ലാം ആ പാട്ടിലുണ്ട്. സ്വാമി ശരണം ശരണമെൻ്റയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ, ഹരിഹരസുതനെ ശരണം പൊന്നയ്യപ്പ, അവിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പ. അതിൽ ഹരിശ്രീതൻ മുത്തുകൾ വിരൽപ്പൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി, ശിരസിൽ ഇന്നിരുമൂടി കെട്ടുകളും താങ്ങി, 18 പടി കേറി ഭഗവാനെ തൊഴുന്നതിന് മുമ്പ് അവിടെ ഒരു ദർശനമുണ്ട്. എന്താ ദർശനം? ഉദ്ദാലകാരുണി ശ്വേതകേതു സംവാദത്തിൽ ഉദ്ദാലകാരുണി എന്ന പുത്രൻ പ്രവാഹട കൈവല്യന്റെ അടുത്ത് ഉന്നത വിദ്യാഭ്യാസം നേടി തിരിച്ചെത്തിയിട്ട് അച്ഛനോട് ഉത്തരല്ല പറഞ്ഞു കൊടുത്തത്, പുതിയ ചോദ്യങ്ങളാ ഉന്നയിച്ചത്. ആ ചോദ്യം, പിതാവേ ഞാൻ ആരാണ്, ഞാൻ എവിടുന്നാ വന്ന്, ഞാൻ എങ്ങോട്ടാ പോകുന്നെന്ന്. ഈ ചോദ്യമാണ് നിങ്ങളുടെ നാട്ടുകാരൻ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് എന്ന പാട്ടിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ആ ചോദ്യം, എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ, വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ? ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ഉദ്ദാലകാരുണി പറഞ്ഞത്, പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന്? ഹേ ശ്വേതകേതോ തത്വമസി, ആ മഴത്തുള്ളി നീയാകുന്നു.
അതാണ് ശബരിമലയിൽ എഴുതി വെച്ച് ആദ്യം കാണുക, വിഗ്രഹം കാണുന്നതിന് മുമ്പ് ആ ദർശനം കാണും. തത്ത് അത് ത്വം നീ അസി. തലേ ദിവസം വരെ മദ്യപിച്ച് നാട്ടുകാരെ ചീത്ത പറഞ്ഞ് നടന്ന മഹാവൃത്തികെട്ടവനാ. പിറ്റേന്ന് രാവിലെ എണീറ്റ് കുളിച്ച് ഗുരുസ്വാമിയുടെ കയ്യിൽ നിന്ന് മാലയും വാങ്ങി ഒരു കറുപ്പ് കൊടുത്താ പിന്നെ ഇവൻ എന്താ വിളിക്കുക? ചൂടൻ ഗോപാലാന്ന് വിളിക്കുവോ? ഇല്ല, സ്വാമി എന്നല്ലേ വിളിക്കൂ, അയ്യപ്പ എന്നല്ലേ വിളിക്കൂ. മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന്. അത് നീ തന്നെയാ. ഈ ദാർശനിക അടിത്തറയാണ് ഭാരതത്തിന്റെ ദൈവവിശ്വാസത്തിന്റെ മഹത്വം. നമ്മുടെ ഉള്ളിലെല്ലാം ദൈവമുണ്ട്, എല്ലാറ്റിലും ദൈവമുണ്ട്. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് എന്താ സംഭവം? അടുത്ത കാലത്ത് ക്ഷേത്രങ്ങളെല്ലാം ഗംഭീരമായി വളരുന്നു, ഉത്സവങ്ങൾ വളരുന്നു, ഭാഗവത സത്രങ്ങൾ വളരുന്നു. പക്ഷേ അതിന്റെ ഗുണം നാട്ടിൽ ഉണ്ടാവാത്ത എന്തേ? ദൈവവിശ്വാസം വളരുമ്പോ, ക്ഷേത്രവിശ്വാസം വളരുമ്പോ അതിനാനുപാതികമായി സത്യബോധം വളരണ്ടേ, നന്മ വളരണ്ടേ, സ്നേഹം വളരണ്ടേ, ദയ വളരണ്ടേ, സഹാനുഭൂതി വളരണ്ടേ? അതൊന്നും വളരുന്നില്ല എന്ന് മാത്രമല്ല, തട്ടിപ്പ് വളരുന്നു, വിദ്വേഷം വളരുന്നു, കലാപം വളരുന്നു. എന്തേ? സംഭവം സിമ്പിളാ. നമ്മൾ ഉണ്ടാക്കുന്ന ഈ ക്ഷേത്രങ്ങളെല്ലാം അടിത്തറയില്ലാത്തതാണ്. എന്താ അടിത്തറ? ഒരമ്പല ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പുതുക്കി പണിയുന്ന കമ്മിറ്റി യോഗം ചേരുമ്പോ കമ്മിറ്റിയിലെ തർക്കം എന്താണെന്നറിയോ? ഈ അസ്ഥിവാരം ഉണ്ടല്ലോ, നിങ്ങൾ എന്താ ഇതിന് പറയാ? വാനെന്നോ? തറേന്റെ അടിയിലുള്ളതിന് വാനം. വാനം ചെങ്കല്ല് കൊണ്ട് വേണോ, കരിങ്കല്ല് കൊണ്ട് വേണോ, ഉരുളങ്കല്ല് വേണോ? തർക്കമായി. കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു, ആരും കാണാത്ത ഒരു കാര്യത്തെപ്പറ്റി വെറുതെ തർക്കിക്കണ്ട. കാരണം ഈ വാനം എന്താണെന്ന് ആരും കാണുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് വാനം പേരിന് മാത്രം മതി. നല്ല തറ കെട്ടാം, നല്ല ചുമര് വെക്കാം, നല്ല മേൽക്കൂര ഉണ്ടാക്കാം, ചെമ്പടിക്കാം, നല്ല പ്രതിഷ്ഠയും നടത്താം. അംഗീകരിച്ചു. വാനം കാര്യമായി ഇല്ലാതെ തറകെട്ടി ചുമര് വെച്ച് മേൽക്കൂര വെച്ച് വിഗ്രഹ പ്രതിഷ്ഠവും കലശവും കഴിച്ചു. അടുത്ത മഴക്ക് ശ്രീകോവിലങ്ങ് പോയി. ഇതുപോലെയാ നമ്മുടെ ഭക്തി. ഇപ്പോ നമ്മുടെ ഭക്തിക്കൊരു അടിത്തറയുണ്ട്. ആ അടിത്തറ ദാർശനികമായ അടിത്തറയാണ്. എന്താണ് ഈ ദാർശനികമായ അടിത്തറ? ഈ ദാർശനികമായ അടിത്തറ ഭാരതത്തിൽ ഹിന്ദുമതത്തെ പറ്റിയിട്ട് വിദേശികൾ സങ്കല്പിച്ചിരുന്നത് മഹാപ്രാകൃത മതം എന്നായിരുന്നു. കൂടോത്രത്തിന്റെയും മന്ത്രവാദത്തിന്റെയും നരബലിയുടെയും അനാചാരങ്ങളുടെയും അന്ധവിശ്വാസത്തിന്റെയും വിലനിലമായിരിക്കുന്ന ഒരു മതം. ഇതിനെ തിരുത്തിയിട്ട് ഇതിന്റെ അടിയിൽ ഒരു ദാർശനികതയുണ്ടെന്ന് ചിക്കാഗോവിലെ സർവമത സമ്മേളനത്തിൽ പോയിട്ട് വിവേകാനന്ദ സ്വാമി പ്രസംഗിച്ചപ്പോഴാണ് ഇതിന്റെ ദാർശനികതയെക്കുറിച്ച് ലോകം തിരിച്ചറിയുന്നത്. പക്ഷെ നമ്മൾ എത്ര പേർ തിരിച്ചറിഞ്ഞു? നമ്മൾ എത്ര പേർ തിരിച്ചറിഞ്ഞു? എന്താണ് ഇതിന്റെ ദാർശനികമായ അടിത്തറ? അത് നീ തന്നെയാണ്, നിന്റെ ഉള്ളിലുണ്ട്. ഈ ആന്തരികമായ വെളിച്ചമാണ് മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. എന്താണ്? രൂപഘടനയാണോ? രൂപഘടനയിൽ നമ്മുടെ ശരീരത്തെക്കാൾ മികച്ച രൂപഘടന പശുവിനില്ലേ? കാരണം നിങ്ങളുടെ മക്കളെ പോറ്റിയാ കറന്ന് വിൽക്കാൻ പറ്റുമോ? പശുവിനെ പോറ്റിയാ കറന്ന് വിറ്റൂടെ? ആടിനെ പോറ്റിയാ ഇറച്ചി വിൽക്കാൻ പറ്റുമോ? നിങ്ങളെ മക്കളെ ഇറച്ചി വിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മുടെ ശരീരത്തെ പോറ്റിയിട്ട് എന്ത് കാര്യം? കാര്യമുണ്ടോ? ഈ ശരീരത്തിന് കഴുകി വേവിച്ച് എത്ര നല്ല ഭക്ഷണം തന്നാലും പുറത്തേക്ക് വരുന്ന മഹാവൃത്തികെട്ടതല്ലേ. എന്നാൽ നല്ല ചാണകം വെള്ളം കലക്കിയ നീരൊഴിച്ചാൽ നല്ല വെള്ളരിക്ക ഉണ്ടാവും. ഇപ്പൊ കണിവെക്കുന്ന വെള്ളരിക്ക. പതിവായി പൗർണമി തോറും പടിവാതിലിനപ്പുറമെത്തി കണിവെള്ളരി കാഴ്ച വയ്ക്കും കനകനിലാവേ കനകനിലാവേ. വെള്ളരി കണി കാണുന്നതിന്റെ നല്ല പാട്ടുണ്ടല്ലേ. എന്നാൽ ഈ വെള്ളരിക്ക ഈ ചാണകം ഒഴിച്ചിട്ടാ കിട്ടിയത്. ഒരു വെള്ളരിക്ക പശുവിന് കൊടുക്കുമോ? കൊടുക്കും. കെട്ടുപോയാ കൊടുക്കും അല്ലേ? പശുവിനെ കറന്ന പാല് കൊണ്ട് പാൽപ്പായസം വെച്ചിട്ട് നമ്മൾ മൂക്കറ്റം കുടിക്കും. എന്നാ പശുവിന്റെ പാലല്ലേ, ഒരു ഗ്ലാസ് പാൽപ്പായസം അതിന് കൊടുക്കുമോ? കൊടുക്കും. ബാക്കി വന്നിട്ടുണ്ട് 3 ദിവസം ഫ്രിഡ്ജിൽ വെക്കും. തീരെ കെട്ടുപോയാൽ പശുവിന് കൊടുക്കും. ചോറ് പുളിച്ചാൽ കറി നാറിയാൽ വെള്ളരിക്ക കെട്ടാൽ എല്ലാം പശുവിന് കൊടുക്കും. എന്നിട്ട് പശു തിന്നിട്ട് പുറത്തേക്ക് തരുന്ന ചാണകമില്ലേ. എൻ്റെ നാട്ടിലെ അഴീക്കോട് അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ ചാണകം വേണമെന്ന് പറഞ്ഞു അവിടുത്തെ തന്ത്രി. എന്നിട്ട് ശുദ്ധികർമ്മം നടത്താൻ പഞ്ചഗവ്യം ഉണ്ടാക്കാൻ ഗോമൂത്രവും ചാണകവും ഒക്കെ വേണം. നാട്ടിൽ ഒരൊറ്റ പശുവില്ല.
അപ്പൊ ഒരുത്തം വന്നിട്ട് പറഞ്ഞു, തിരുമേനി പശുവിന് ചാണകം കിട്ടാനില്ല, അങ്ങ് ഇറച്ചിയും മീനൊന്നും കൂട്ടാത്ത ഒരാളല്ലേ, അങ്ങയുടെ ചാണകം മതിയോ? പറ്റുമോ? ഇല്ല. നമ്മളെ ശരീരത്തിൽ എന്ത് നല്ല പ്രവേശിച്ചാലും പുറത്തു വരുമ്പോൾ മഹാവൃത്തികേടാ. മൃഗങ്ങളുടെ ശരീരത്തിൽ എന്ത് വൃത്തികേട് പ്രവേശിച്ചാലും പുറത്തു വരുമ്പോൾ നല്ലതാ, അല്ലേ? അപ്പൊ ശരീരം കൊണ്ടാണോ മനുഷ്യൻ മഹാൻ? അല്ല. എന്തുകൊണ്ടാ മനുഷ്യൻ മഹാനായത്? മനസ്സും ശരീരവും തമ്മിലുള്ള പാരസ്പര്യ ബന്ധത്തിൽ ഏതാ ഗുരു ഏതാ ലഘു നോക്കിയിട്ടാണ് നിങ്ങൾ മനുഷ്യനാണോ മൃഗമാണോ തീരുമാനിക്കുക. മൃഗങ്ങളുടെ ഗുരു ശരീരമാ. ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ എന്നല്ല കേട്ടോ. ഗുരു എന്ന് പറഞ്ഞാൽ വലുത് എന്നാ. ഗുരുനാഥൻ എന്ന് വിളിക്കുന്നത് അറിവിന്റെ കാര്യത്തിൽ വലുതായത് കൊണ്ടാണ്. ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് വാർത്ത കാണാറില്ലേ? അത് മാഷന്മാർക്ക് പരിക്ക് പറ്റിയെന്ന് ആരെങ്കിലും വായിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഗുരു എന്ന് പറഞ്ഞാൽ വലുത്. ഭൂമി ഗുരുവും ആപ്പിൾ ലഘുവാ. ആ ലഘുവായ ആപ്പിളിനെ വലുതായ ഭൂമി പിടിച്ചു വലിക്കുന്നത് ബലത്തെയാണ് ഐസക് ന്യൂട്ടൻ കണ്ടെത്തിയത്, ഭൂഗുരുത്വ ബലം. മനസ്സിലായോ? ഗുരു വലുത്, ലഘു ചെറുത്. മൃഗങ്ങളുടെ ഗുരു ശരീരമാ എന്ന് പറഞ്ഞാൽ ഈ ഭാഗവത സത്രം നടക്കുമ്പോൾ ഇവിടെ ഒരു പശു വന്നു, അതിന് മൂത്രയിക്കണം തോന്നി. മനസ്സിനാണല്ലോ മുട്ടലുണ്ടാവുക. അപ്പൊ ശരീരത്തിനാണല്ലോ മുട്ടലുണ്ടാവുക. അപ്പൊ മനസ്സ് പറയാ പറ്റില്ല, ഇത് അമ്പലമാണ്, ഇത്ര ആളുണ്ട്, ഇവിടെ ഒഴിക്കാൻ പറ്റില്ല, ടോയ്ലറ്റിൽ പോകണമെന്ന് പറയോ? അവിടെ പാലും മതിച്ച് മൂത്രയിക്കും. ഗുരുവായൂർ അമ്പലത്തിൽ ശീവേലി എഴുന്നള്ളുമ്പോൾ ആനപ്പുറത്ത് ശ്രീകോവിലിന്റെ മുമ്പിൽ പിണ്ടോടൂ, ചാണകോടൂ. കാരണം അതിന്റെ ശരീരമാ ഗുരു. പട്ടികൾ റോഡിൽ വെച്ചിണ ചേരും, കാരണം ശരീരമാ ഗുരു. നിശ്ചയക്കാർ വേണ്ട, മാല വേണ്ട, കൽദി വേണ്ട, മെഹന്തി വേണ്ട, ഒരു കുന്തവും വേണ്ട, അത് റോഡും വന്ന് കാര്യം നടത്തും. അതിൻ്റെ ഗുരു ശരീരമാണ്. മനസ്സ് ലഘുവാ. മനസ്സ് മൃഗങ്ങൾക്കുണ്ട്, പക്ഷെ അത് ലഘുവാ. കണക്കറിയുന്ന പട്ടികളുണ്ട്, ഇല്ലേ? എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട്. വീതി കുറഞ്ഞ റോഡിലൂടെ നിങ്ങൾ സ്കൂട്ടർ കൊണ്ടുപോകുമ്പോൾ റോഡിന്റെ പകുതിക്ക് ഒരു പട്ടി കിടക്കുക. നിങ്ങൾ ഹോൺ അടിച്ചു നോക്കൂ, സ്കൂട്ടറാന്ന് കണ്ടാൽ പട്ടി മൈൻഡ് ചെയ്യില്ല, കാരണം സ്കൂട്ടറിന് പോട്ടെ വീതി എവിടെ ഉണ്ട്. തൊട്ട് പറകെ ലോറി വന്നോക്കട്ടെ, പട്ടി എഴുന്നേറ്റ് മാറിത്തരും. സ്കൂട്ടറിന്റെ വീതി കുറവും ലോറിക്ക് വീതി കൂടുതലാന്നുള്ള കണക്ക് പട്ടിക്ക് അറിയാം. എന്നാൽ നമ്മളെ കൂട്ടത്തിലെ ചിലയാൾക്ക് ഇത് അറിയില്ല. അവർ കണ്ടെടുത്ത് സ്കൂട്ടറും വെച്ച് പോകും. കണ്ടില്ല? വേറെ വണ്ടിക്ക് പോകാനുള്ള സ്ഥലമൊന്നും വെക്കാണ്ട് സ്കൂട്ടർ വെച്ചു പോകും. മൃഗങ്ങൾക്ക് മനസ്സുണ്ട്, പക്ഷേ ശരീരത്തിന് വിധേയമാ. എന്നാ നമുക്കിപ്പോ ഇവിടുന്ന് മൂത്രയിക്കാൻ മുട്ടി എവിടെ ഇരുന്ന് നോക്കുവോ? ഇവിടെ ഇരുന്ന് നോക്കുവോ? ഇല്ല. ഒഴിച്ചെങ്കിൽ പറയും ഓനെന്ത് ജന്തുവാന്നല്ലേ. നമ്മുടെ മനസ്സ് പറയും നിൽക്കവിടെ, ഇത് കഴിഞ്ഞിട്ട് പോകാം, അല്ലേ? കാമവികാരം ഉണർന്ന കണ്ടാളോടെല്ലാം പ്രകടിപ്പിക്കുവോ? മൃഗീയത വളരുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീപീഡനങ്ങൾ വളരുന്നത്. മനസ്സു പറയും നിന്റെ അച്ഛനും അമ്മയും നാട്ടുകാരും അംഗീകരിച്ച് ഒരു പെണ്ണിനെ താലി കെട്ടിത്തരും, അവളോടല്ലാതെ നിന്റെ കാമം പ്രകടിപ്പിക്കരുത്. മനസ്സു പറയും. മനസ്സു ഗുരുവും ശരീരം ലഘുവുമായാൽ മനുഷ്യനായി. പക്ഷെ ഇപ്പൊ നടക്കുന്ന ഒരു ഓട്ട മത്സരമുണ്ട്, ആമയും മുയലും പന്തയം വെച്ച മത്സരം പോലെ. ആ കഥ കേൾക്കാത്ത ഒരൊറ്റ ആള് ലോകത്ത് ഒരു സ്കൂളിലും ഇല്ല. ഈ സോപ്പ് കഥ, ആമയും മുയലും പന്തയം വെച്ചത്. മുയൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോ ആമ വളരെ പറയില്ല. മുയൽ ആലോചിച്ചു, ഞാൻ നേരത്തെ എത്തിയാലും എനിക്ക് ഒരു ട്രോഫിയല്ലേ കിട്ടൂ, എന്തിന് തിരക്കിട്ടോടണം? ഒന്ന് വിശ്രമിച്ചു, ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോൾ ആമ പോയിട്ട് ട്രോഫിയും വാങ്ങി വരും. എന്നിട്ട് അധ്യാപകർ നമ്മളെ പഠിപ്പിച്ചു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. കഥ തീർന്നു. ഈ കഥയെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കണം. ഈ ആമ എന്ന് പറയുന്ന നമ്മുടെ ശരീരവും മനസ്സെന്ന് പറയുന്ന മുയലുവാ. നമ്മുടെ ശരീരം ആമയെപ്പോലെ മെല്ലല്ലേ വളരൂ. ഒരു പശു പ്രസവിച്ച പശുക്കുട്ടി അരമണിക്കൂർ കൊണ്ട് എഴുന്നേറ്റോടൂല്ലേ? നിങ്ങൾ ആരെങ്കിലും പറ്റിയിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയ മക്കളുണ്ടാ? 6 മാസം കഴിഞ്ഞിട്ടില്ലേ ദോശ മറിച്ചിടാൻ, കുട്ടി കമിഴ്ന്ന് കിടക്കാൻ? പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും, അല്ലേ? അംഗൻവാടിയിൽ LKG അയക്കുമ്പോൾ 3 വയസ്സ്. 3ാമത്തെ വയസ്സിൽ പശുക്കുട്ടീനെ ചെന്നോക്കിയാട്ടെ പെറ്റിട്ട് മുലയൂട്ടുന്ന അമ്മയായിട്ടുണ്ടാവും. നമ്മുടെ ശരീരം ആമയെപ്പോലെ ഇഴഞ്ഞിഴഞ്ഞ് വളരുന്നു. പക്ഷെ മനസ്സോ, എൻ്റെ അമ്മോ, ഇന്നത്തെ കുട്ടികളുടെ ബുദ്ധി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്തൊരു ബുദ്ധിയാണമ്മോ അവർ. അവരുണ്ടാക്കുന്ന അസൈൻമെന്റുകളും പ്രൊജക്റ്റുകളും പാട്ടുകളും ഒക്കെ കാണണം നിങ്ങൾ. അത്ഭുതങ്ങളാണ്. നമ്മൾ പഠിക്കുന്ന കാലത്ത് 60% മാർക്ക് കിട്ടിയ ഫസ്റ്റ് ക്ലാസ്സാ.
ഇന്ന് കുട്ടികളോട് ചോദിച്ചോട്ടെ, 60% A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും B ആ. ആർക്ക് വേണം? എന്തൊരു മാർക്കാ കുട്ടികൾക്ക്. മനസ്സ് മുയലിനെ പോലെ കുതിച്ചോടും. പക്ഷെ ഈ കുതിച്ചോടുന്ന മനസ്സിന് ആനുപാതികമായി അവന്റെ ബുദ്ധി വളരുമ്പോ മനസ്സ് വളരുന്നില്ല. അതിന്റെ പ്രശ്നമാണ് നമ്മുടെ യുവാക്കളുടെ ഇന്നത്തെ പ്രശ്നം. ബുദ്ധി ഭയങ്കര, ബുദ്ധിയും മനസ്സും ഒന്നല്ല കേട്ടോ. ബുദ്ധി ഇല്ലാത്തവർക്കും മനസ്സുണ്ടാവും, മനസ്സില്ലവർക്കെല്ലാം ബുദ്ധി ഉണ്ടാവണമെന്ന് നിർബന്ധം വേണ്ട. ഈ ശരീരത്തിന്റെ പ്രക്രിയയും ബുദ്ധിയുടെ പ്രക്രിയയും നിയന്ത്രിക്കുന്ന ഒരു ഘടകമുണ്ട്, മനസ്സ്. അത് വളർത്തുന്നതിൽ നമ്മൾ പരാജയമാണ്. നമ്മുടെ ഭക്തിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാ. ബുദ്ധി വളർത്തലും ശരീരം വളർത്തലും അല്ല. ഈ ബുദ്ധിയെയും ശരീരത്തെയും കണക്ട് ചെയ്യുന്ന മനസ്സിനെ വളർത്താൻ കഴിയണം. മാംസത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തണം. മനസ്സിനെ മാംസത്തിൽ നിന്നുയർത്തേണമേ, മലയിൽ വാഴും ഭഗവാനേ. കേട്ടിട്ടില്ലേ? എന്നാ ഇന്ന് മനസ്സുറങ്ങുന്നു. ഒരു നിശ്ചിത പ്രായം എത്തുമ്പോ ഈ ശരീരം മുയലിനെ ഓവർടേക്ക് ചെയ്യുന്ന കാണുന്നില്ലേ നിങ്ങള്? നമുക്കെല്ലാം ഒരു നിശ്ചിത പ്രായം എത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ മല്ലികാബാണൻ തന്റെ വില്ലെടുക്കും, മന്ദാരമലർ കൊണ്ടു ശരം തൊടുക്കും. നമ്മുടെ ഉള്ളിൽ കാമൻ ഉണരും. കാമൻ ഒരു ദൈവമല്ലേ? കാമനെ പൂജിക്കുന്ന ഉത്സവം നടത്തുന്നവരല്ലേ നമ്മൾ? പൂരോത്സവം. കാമനില്ലായിരുന്നുവെങ്കിൽ സുബ്രഹ്മണ്യൻ ഉണ്ടാകുമായിരുന്നോ? ശിവന് കാമൻ അമ്പയച്ചപ്പോഴാണല്ലോ പാർവതിയെ വിവാഹം കഴിച്ചത്. കാമമില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഉണ്ടാവുമോ? നമുക്ക് മക്കളുണ്ടാവോ? അത് കാമം ഒരു തെറ്റല്ല, പക്ഷെ എപ്പോൾ എവിടെ എന്നറിയില്ലെങ്കിൽ തെറ്റാ. ഒരു കാര്യത്തിന്റെ മൂല്യം നിശ്ചയിക്കുന്നത് അത് നിൽക്കുന്ന സ്ഥലവും നിൽക്കുന്ന സന്ദർഭവുമാണ്. സ്ഥലം മാറിയാലും സന്ദർഭം മാറിയാലും അത് മൂല്യം പോവും. അങ്ങനെയാ മാലിന്യങ്ങൾ ഉണ്ടാവുന്നത്. തിക്കുറിശി സുകുമാരൻ നായർ എന്ന് പറയുന്ന സിനിമാ നടനെ അറിയില്ലേ? അദ്ദേഹം നല്ല നടൻ മാത്രമല്ല, നല്ല പാട്ട് എഴുതും. അദ്ദേഹം എഴുതിയ സുന്ദരമായ ഒരു പാട്ടുണ്ട്. കാർക്കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം, നിന്റെ വാർ നെറ്റിത്തടത്തിനെന്തിനു സിന്ദൂരത്തിലകം. ഭാര്യയുടെ മുടിയെ വർണ്ണിച്ചിട്ട് ഭർത്താവ് പാടുകയാണ്, നിന്റെ മുടിക്ക് പ്രത്യേകിച്ച് ഹെയർ ഓയിൽ ഒന്നും വേണ്ട, നല്ല സുഗന്ധമുണ്ട്. സ്ത്രീകൾക്ക് പിന്നെ അത് കേട്ടാ ഭയങ്കര സന്തോഷാ. ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ഭർത്താവിന്. ഭർത്താവ് അത് ടേസ്റ്റോടെ വാരി തിന്നുമ്പോ നേരത്തെ വർണ്ണിച്ച ഒരു സാധനത ഇന്ന് വലിയുന്നു. ഏത്? ഈ മുടി. അതെടുത്തിട്ട് കാർക്കൂന്തൽ കെട്ടിനെന്തിനെന്ന് പറയോ? സ്ഥലം മാറിയാ പോയി. വായക്കകത്തിരിക്കുന്ന ഉമിനീര് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഉള്ളിലേക്ക് വിഴുങ്ങുന്ന പരിശുദ്ധ ജലമാണ്. എന്താ വായക്ക് പുറത്തു വന്നാൽ അത് വെറും തുപ്പലാണ്. സന്ദർഭം മാറും, അർത്ഥം മാറും. എവിടെയാണ് നിൽക്കേണ്ടത് അവിടെയാണ്. കാമവികാരം എപ്പോൾ എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയില്ല. ആ കാമം ഇങ്ങ് ഉണരുക. പക്വത ആർജിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചെറുപ്പക്കാരുടെ ഉള്ളിൽ ഹോർമോൺ ഉൽപാദനം വരുന്നതാണ്. അവരെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ അറിയണം. പണ്ടെല്ലാം നമുക്ക് ഹോർമോൺ 10ാം ക്ലാസ്സിൽ എത്തുമ്പോ ചെറിയ പ്രേമെല്ലാം വരിക. കാരണം എന്താണെന്നറിയോ? എന്തുകൊണ്ടാ ഹോർമോൺ ഉണ്ടാവണ്ടേ? ഉച്ചക്കെന്താ കറി? ചക്കക്കുരും വെള്ളരിക്കും ഓലൻ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ. എന്ത് ഹോർമോൺ ഉണ്ടാവാൻ അതിനെ കൊണ്ട്? അതുകൊണ്ട് തന്നെ 10ലെത്തുമ്പോ പ്രേമം വരിക. പ്രേമം വന്നാൽ തന്നെ പറയാൻ ധൈര്യം ഉണ്ടായിരുന്നോ? ആരാദ്യം പറയും എന്ന് പെണ്ണ് വിചാരിക്കും, ആരാദ്യം പറയുമെന്ന് ചെക്കൻ വിചാരിക്കും. മിണ്ടൂല, കണ്ണോണ്ട് ഇങ്ങനെ നോക്കുക എന്നല്ലാണ്ട് അനങ്ങൂല. അവസാനം സെൻഡ് ഓഫ് ആയ ദിവസമുണ്ട് ഒരു ഓട്ടോഗ്രാഫ് എടുത്ത്, കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്ന് എഴുതി കൊടുത്ത്. പിന്നെ ഒരു പിടിയില്ല, വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, ഒന്നുമില്ല. രണ്ട് ബൈക്ക് പോയി, പാള കീറിപ്പോയി, മോര് മറിഞ്ഞും പോയി. ഇപ്പം മക്കളെല്ലായപ്പോ കുറച്ച് നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് ഹോർമോണെല്ലായി. അപ്പോഴേക്ക് വാട്സപ്പുമായി. അപ്പതാ പഴയ ആളെല്ലാം തപ്പി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമം അല്ലടിയോ അല്ലേ? നല്ലതാ. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ പോയാൽ ആയുസ് കൂടുന്നുണ്ട്, പ്രഷർ കുറയുന്നുണ്ടെന്നാ പുതിയ പഠന റിപ്പോർട്ട്. കാരണം ബാല്യകാലത്തിലെ കവിതകളും കഥകളെല്ലാം പറഞ്ഞ് ഓർമ്മകളെല്ലാം അയവിറക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ. അതൊക്കെ അയവിറക്കുന്നതല്ല, പക്ഷെ അതിൽ പഞ്ചസാര ഇട്ട് ഇളക്കാതിരുന്നാൽ മതി. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിലൂടെ കേരളത്തിൽ 380 ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു പൂർവ്വ വിദ്യാർത്ഥികൾ. എത്രയോ കുട്ടികളുടെ രോഗചികിത്സ നടത്തി. എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടന്നു എന്നറിയോ? നല്ലതാ. പക്ഷേ പ്രശ്നം വേറെ.
വഴി തെറ്റിപ്പോകരുത്. എൻ്റെ നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ മാതമംഗലത്ത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പോയിട്ട് ഒരു പെണ്ണ് ആ ഒന്നിച്ച് പഠിച്ച പയ്യന്റെ കൂടെ സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടു. വീട്ടിലെത്തിയപ്പോൾ ഭർത്താവ് ചോദിച്ചു, ആരിവൻ, എന്ത് ഏവനിവൻ, ബഹളായി. അപ്പൊ അവള് വിളിച്ചിട്ട് ഈ പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഭയങ്കര പ്രശ്നം. അവൻ എന്ത് ചെയ്തു, ഒരു തോക്കും എടുത്ത് വന്നിട്ട് ഈ ഭർത്താവിനെ വെടിവെച്ചു എന്ന് കളഞ്ഞു. കഴിഞ്ഞ മാസത്തെ സംഭവം ഇത്. അതുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനെല്ലാം പോകുന്നതല്ല, പക്ഷെ വെടിവെക്കറ്, മനസ്സിലായോ? അത് ഓർമ്മിച്ചോടുക, അതാണ്. അതേ പറയാനുള്ളൂ. അത് മനസ്സിലാവണ്ടാക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് 10ാം ക്ലാസ്സിൽ എത്തണ്ട 5-ലെത്തുന്ന UP സ്കൂളെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യാ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, 9ൽ പഠിക്കുന്ന ഒരു പെണ്ണ് പെറ്റു. കുട്ടിയുടെ അച്ഛനാരാ? 8 പഠിക്കുന്ന പയ്യൻ. എന്താ കാരണം? ഭക്ഷണം ഏതാ? നമ്മള് ഈ കേരളത്തിലെ 1500 കൊല്ലത്തെ മനുഷ്യ അധിനിവേശത്തിലൂടെ ഈ കാലാവസ്ഥക്കും പ്രകൃതിക്കും ആരോഗ്യത്തിനും പറ്റിയ ഒരു ഭക്ഷണശീലം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരുന്നു. അതാണ് അടിച്ച് തകർത്ത് കളഞ്ഞത്. എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായി. അത് ഞാൻ 100 നോട്ടീസ് അടിക്കും. എനിക്ക് നല്ല ചക്കയുണ്ടുള്ള ഇഡ്ഡലി ഇഡ്ഡലി തന്നു. വളരെ സന്തോഷമായി എനിക്ക്. എന്നിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോ അവിടുന്ന് കുറേ സ്ത്രീകള്, ഞാൻ വിചാരിച്ചു ഇവര് പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന. കണി കാണുന്നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി എന്ന് പറഞ്ഞ് പാട്ട് പാടുന്നു. ഞാൻ വിളിച്ചു പാട്ട് പ്രാക്ടീസ് ചെയ്തു. നോക്കുമ്പോ ചക്ക മുറിച്ചിടുക കേട്ടോ. അത് ഭയങ്കര, ഞാനത് പിടിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്, നാളെ ഫേസ്ബുക്കിൽ വരൂ, നോക്കൂ, നല്ല രസമല്ലേ അത്. എന്നാൽ ഇപ്പൊ എന്താ ഭക്ഷണം? എന്താ ഭക്ഷണം? എത്രയാ ഇറച്ചി? നമുക്കെല്ലാം പല പേരുണ്ടെങ്കിൽ മരിച്ചാൽ ഒരു പേരേ ഉള്ളൂ നമുക്ക്, ശവന്ന്. പക്ഷെ കോഴീന്റെ ഒരു ഭാഗ്യം നോക്കിയാട്ടെ, മരിക്കുന്നവരെ കോഴീന്നേ പേരുള്ളൂ. മരിച്ച 28 പേരുണ്ട് കോഴിക്ക്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ഇത് മുഴുവൻ കുട്ടികൾ തിന്നോട്ടെ. സായിപ്പന്മാരെ ഏറ്റവും കൂടുതൽ ഇറച്ചി തിന്നവര്. പക്ഷെ അവരൊരു കഷ്ണം ഇറച്ചി തിന്നുമ്പോ 2 കഷ്ണം പച്ചക്കറിയും കൂട്ടിയിട്ടാ തിന്നുക. എന്നാ നമ്മളെ കുട്ടികൾക്ക് പച്ചക്കറി വിളമ്പിയൊക്കെ ആട്ടെ. ഈ ജ്യോതിഷികളുടെ അടുത്ത് പോയി ആ കബഡി നിരത്തുന്ന കണ്ടിട്ടില്ലേ? സാന്നിധ്യ ക്ഷേത്രാണി ബിംബാണി ത്രേണി ലഗ്നേന ചിന്തയിൽ എന്ന് പറഞ്ഞിട്ട് കബഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിരത്തും. അതുപോലെ മുരിങ്ങക്കായി അങ്ങോട്ട്, വഴുതിനി അങ്ങോട്ട്, വെണ്ടയ്ക്ക അങ്ങോട്ട്, ക്യാരറ്റ് അങ്ങോട്ട്, ഉരുളക്ക അങ്ങോട്ട്, എല്ലാം ഇലേൻ്റെ സൈഡിലേക്ക് വെക്കും. എന്നിട്ട് വിളമ്പുന്ന ആളോട് സ്വകാര്യം ചോദിക്കും, പീസ് ഉണ്ടാകുന്നു. പീസ് എത്രയാ? ഇറച്ചി എത്രയാ? എണ്ണ എത്രയാ? ഇവന് ഈ ഹോർമോണ് പിടിച്ചാ കിട്ടുന്നില്ല. ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു, കരളിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലുക. അപ്പോ ശരീരം മുന്നോട്ട് കുതിക്കുക. പോകല്ല മോളെ. ഏതെങ്കിലും ഒരു പയ്യൻ ചിരിച്ചു കാണിച്ചാൽ ചിരി കണ്ടാൽ അത് മതി. 2 ആഴ്ച ഓർക്കുണ്ടാവില്ല, പോയി, ആമ പോയി. പോകരുതെന്ന് പറയേണ്ട മനസ്സോ ഉറങ്ങി. പോറ്റി വലുതാക്കി അച്ഛൻ്റെ അമ്മയുടെയും കണ്ണീർ പുഴയിലാണോ നിന്റെ പ്രണയത്തിന്റെ തോണി ഇറക്കേണ്ടതെന്ന് ചോദിക്കേണ്ട മനസ്സില്ല. ആമ പോയിട്ട് 1 കൊല്ലം കഴിയുമ്പോൾ ട്രോഫി വാങ്ങി വരൂ, ഒരു ട്രോഫി എടുത്തിട്ട് വരൂ. മറ്റെല്ലാവരും നമ്മളെ സ്നേഹിച്ചത് നമ്മളെ കണ്ടതിന് ശേഷമാ. എന്നാൽ അച്ഛനമ്മമാർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് നമ്മൾ ഈ ഭൂമിയിൽ ഭൂജാതരാവുന്നതിന് 6-7 മാസം മുമ്പ് നമ്മളെ നെഞ്ചിലിട്ട് വളർത്തിയ ആ അച്ഛനും അമ്മയും കരയിച്ചിട്ട് നിന്റെ ശരീരത്തിന്റെ ഒരു കാമവികാരം പ്രകടിപ്പിക്കാൻ കണ്ടോന്നൊന്നിച്ച് ഇറങ്ങി പോകുമ്പോ പോലെ മോളെ എന്ന് പറയാനുള്ള മനസ്സ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. അതാ പ്രശ്നം. ആ മനസ്സ് വളർത്തുന്നില്ല. നിങ്ങൾ നല്ല കുട്ടികൾ നല്ല ബുദ്ധി വളർത്തുന്നു, നല്ല ശരീരം വളർത്തുന്നു, മനസ്സു വളർത്തുന്ന വീടുണ്ടോ? അതാ ചോദ്യം. നമ്മുടെ ഭക്തി ആന്തരികമായ വെളിച്ചമാണ്. ഭക്തിയുടെ ലക്ഷ്യമെന്താ? ഇതെല്ലാം വളരുമ്പോഴും ദുഷ്ടതയും അസത്യവും കളവും വഞ്ചനയും വർദ്ധിക്കുന്നതിന്റെ കാരണം ഭക്തി എന്തിനാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അതിൻ്റെ ദാർശനികമായ അടിത്തറ അറിയില്ല. മന്ത്രങ്ങളുടെ അർത്ഥമറിയില്ല. ധിയോയോന പ്രചോദയാത്, ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന ആന്തരിക വെളിച്ചത്തെയാണ് സൂര്യനോട് അഭ്യർത്ഥിക്കുന്നത്. ആ സൂര്യനെയാണ് ശ്രീരാമൻ പ്രാർത്ഥിച്ചത്. ഭാഗവത സപ്താഹത്തിൽ രാമന്റെ കഥയടക്കം പറയും. പക്ഷേ രാമൻ ഏതെങ്കിലും അമ്പലത്തിൽ പോയത് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ. രാമൻ പ്രാർത്ഥിച്ചത് 3 ദൈവങ്ങൾ മാത്രമാണ്. ഒന്ന്, വനയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ശൃംഗിവേര രാജ്യത്ത് ഗുഹന്റെ രാജ്യത്തേക്ക് കടക്കുമ്പോ ഗംഗ കടക്കണം. ഗംഗയെ പ്രാർത്ഥിച്ചു.
പുഴയാണ് നമ്മുടെ ആരാധനയുടെ കേന്ദ്രം, അല്ലേ? ആ നമ്മുടെ ഭക്തിയുടെ മൂല്യം തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഒഴുകുന്ന പുഴയുടെ വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതിൽ എത്ര ഈക്കോളി ബാക്ടീരിയ ഉണ്ട്, അതിനനുസരിച്ച് നിങ്ങളുടെ ഭക്തി പോക്കാം. പുഴകൾ മാലിന്യം അഴുക്കുചാലുകളായി മാറുന്നതോടുകൂടി, കാരണം നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ, ഗുരുവായൂർ പോകുമ്പോൾ, മൂകാംബികയെ പോകുമ്പോൾ, തിരുപ്പതി പോകുമ്പോൾ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്താ എവിടെയാ പോകുന്നതെന്ന് ചോദിച്ചാൽ ക്ഷേത്രാടനത്തിന് പോകുന്നു എന്ന് ആരും പറയാറുണ്ടോ? പിന്നെ എന്താ പറയാ? തീർത്ഥാടനത്തിന് പോകുന്നു. തീർത്ഥങ്ങളാണ്. ഗംഗയാറു പിറക്കുന്നു ഹിമവന്മലയിൽ, പമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ. പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. നദികളാണ് നമ്മുടെ പർവ്വതങ്ങളും നദികളും വനങ്ങളുമാണ്. കാനനവാസ കലിയുഗ വരദാ. ഈ കുന്നുമ്മൽ എന്തിനാപ്പാ ശബരിമല പ്രതിഷ്ഠിച്ചത്? അത് കുന്ന് JCB കൊണ്ട് ഇടിച്ചു നിരത്തി താത്തിയെങ്കിൽ സമാധാനത്തിൽ പോകാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ആൾ വരും. ഇനി അടുത്ത തലമുറ. എന്ത് കാര്യം? പ്രകൃതിയുടെ മടിത്തട്ടിലാണ്, തീർത്ഥങ്ങളാണ്. രണ്ടാമത് രാമൻ പ്രാർത്ഥിച്ചത് ലങ്കയിലേക്ക് കടക്കുമ്പോ, സമുദ്രത്തിൽ സേതുബന്ധനം നടത്തുമ്പോ വരുണദേവനെ പ്രാർത്ഥിച്ചു. ആരാത്? സമുദ്രദേവൻ. രാമൻ പ്രാർത്ഥിച്ച സ്ഥലമാണ് രാമേശ്വരം. മനസ്സിലായോ? മൂന്നാമത് പ്രാർത്ഥിച്ചത് രാമരാവണ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോ, ബ്രഹ്മാവിന്റെ വരദാന ശക്തി കൊണ്ട് ഈ രാവണനെ കൊല്ലാൻ കഴിയുന്നില്ല. യുദ്ധം ചെയ്ത് തളർന്നിരിക്കുന്ന രാമന്റെ മുന്നിൽ അഗസ്ത്യമുനി പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് രാമനോട് പറയുന്നു, നീ പ്രാർത്ഥിക്കൂ. ആരെ? വിഷ്ണുവിനെയോ ശിവനെയോ? ഒന്നുമല്ല. പ്രാർത്ഥിക്കാൻ പറയുന്നത് ആദിത്യനെയാണ്. രാവണവധം എന്ന അധ്യായത്തിന്റെ തൊട്ടു മുമ്പുള്ള അധ്യായം അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയുമാണ്. സൂര്യൻ, ആദിത്യൻ, സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകായ തേ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ തേ നമ, നീഹാരനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തി രൂപായ തേ നമ, സ്ഥാവര ജംഗമാചാര്യായ തേ നമ, ലോകായ വിശ്വൈക സാക്ഷിണതേ നമ. ഇത്തമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. സൂര്യനെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഈ സൂര്യനെ കാണാനുള്ള അവസരം നിങ്ങൾ നിഷേധിക്കുന്നു. നമ്മുടെ കുട്ടികൾ വഷളാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ ഉറപ്പിച്ചു പറയാം, നമ്മുടെ കുട്ടികൾ പ്രഭാതം കാണുന്നില്ല. പിന്നെ എന്താ കണി കാണുന്നത്? നിങ്ങളും നിങ്ങളുടെ മക്കളും ഇന്ന് കണി കണ്ടെന്താ ഞാൻ പറയട്ടെ. നിങ്ങൾ നാളെ വിഷുവിന് കണി കാണുന്നു, കൃഷ്ണ വിഗ്രഹങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷെ നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും കണി കാണുന്നത് ഒരു ബിംബത്തെയാണ്, വീട്ടിലെ ബിംബം. അത് ഹിന്ദുക്കൾ മാത്രമല്ല, മുസ്ലിങ്ങളും ആ ബിംബത്തെ കണി കാണുന്നു, ക്രിസ്ത്യാനികളും ആ ബിംബത്തെ കണി കാണുന്നു. സൂര്യബിംബത്തെയല്ല, പൂജാമുറിയിൽ പ്രതിഷ്ഠിച്ച ബിംബത്തെയുമല്ല. നിങ്ങളെല്ലാം കണി കാണുന്നത് വീടിന്റെ മൂലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന യൂറോപ്യൻ ക്ലോസറ്റിനെയാണ്, അല്ലേ? ഇവിടെ പോയി നമസ്കരിച്ചിട്ടല്ലേ വാതിൽ തുറക്കുന്നുള്ളൂ. ഇത് നിർത്തണം. കക്കൂസ് പോണ്ടാന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ രാവിലെ മുന്നിലത്തെ വാതിൽ തുറക്കും. ആദ്യം പ്രഭാതത്തെ, പ്രകാശത്തെ, പ്രകൃതിയെ കാണും. മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന പൂക്കളെയും പൂക്കളിൽ വന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുതുള്ളികളെയും മഞ്ഞുതുള്ളികളിൽ സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ ചുവന്നു വരുന്ന വൈരക്കല്ലുകളെയും കാണാൻ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കൂ. ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു, പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു. ഒരു പാട്ട് പാടുവോ? പ്രഭാതത്തെ പറ്റിയിട്ടുള്ള പ്രഭാതമില്ലാതെ നമുക്ക് എന്ത് ഭക്തി? ശ്രീരാമനെ രാവിലെ ഉണർത്തിയത് വിശ്വാമിത്രന. ലക്ഷ്മണൻ വില്ലും കുഴിയെ കുലച്ചിട്ട് ദശരഥനെയും ഞാൻ കൊല്ലും, കൈകേനെയും ഞാൻ കൊല്ലും, അയോധ്യ ചുട്ട് ചാമ്പലാക്കുമെന്ന് പറഞ്ഞിട്ട് കത്തിജ്വലിച്ച് നിൽക്കുമ്പോ രാമന്റെ അഭിഷേകം മുടങ്ങിയ രാമൻ പക്ഷേ ദേഷ്യം വരാതെ ലക്ഷ്മണനെ പോയിട്ട് വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം,
മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ സമാധാനിപ്പിക്കുന്നു. അതാ രാമായണത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം. രാമൻ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് രാമന് ദേഷ്യം വരാത്തത് അറിയുമോ? വിശ്വാമിത്രൻ രാവിലെ രാമനെ വിളിച്ചിട്ട് പോയി രാമ, കൈയെ പറ്റിച്ചു രാമ, എല്ലാം പോയി രാമ എന്നൊന്നും അല്ല വിളിക്കുന്നത്. വിശ്വാമിത്രൻ വിളിക്കുന്നത് കൗസല്യ സുപ്രജാ രാമ പൂർവസന്ധ്യാ പ്രവർത്തതേ എന്നാണ്. കൗസല്യയുടെ നല്ല പുത്ര രാമ, പൂർവസന്ധ്യ കിഴക്ക് ഭാഗത്തെ സന്ധ്യ, പ്രഭാത സന്ധ്യ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന്. നമ്മുടെ മക്കളെ നിങ്ങൾ എന്താ എങ്ങനെയാ വിളിക്കാറ്? നിങ്ങൾ രാവിലെ കുട്ടികളെ വിളിക്കുമ്പോൾ ഉള്ള ശബ്ദമാണ് അന്നവന്റെ സ്വഭാവം. 7 സ്വരങ്ങളുണ്ട്. 7 സ്വരങ്ങളിൽ മിക്ക അച്ഛനമ്മമാരും വിളിക്കുന്നത് നിഷാദത്തിലാണ്. നിഷാദം എന്താ? ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം. നിഷാദം, നീ ഉച്ചസ്ഥായി ശബ്ദം. സ്കൂൾ ബസ് വരേണ്ട സമയായി, എഴുന്നേറ്റിട്ടില്ല. അട്ടഹാസമാണ്. ആരാ നിഷാദൻ? കാട്ടാളനല്ലേ? നിഷാദ അരുത് കാട്ടാള. രാവിലെ തന്നെ നിഷാദം വിളിച്ച ഇവന്റെ കാട്ടാള ഭാവ നിങ്ങൾ ഉണർത്തി വിടുന്നേ അല്ലേ? ഒന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങിയിട്ട് ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയെടുക്കാൻ ഓടല്ല. ഇസ്രായേലിലെ പട്ടാളക്കാർ കുറച്ച് കാലമായിട്ട് രാവിലെ ഓർക്കളിഞ്ഞ 3 മിസൈലിന് തീ കൊടുത്തിട്ട് മാത്രമേ പല്ല് വരെ തേക്കൂ. നമ്മളെന്താസി നേരെ അടുക്കള പോയിട്ട് ടിക്ക് 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 3 മിസൈലിന് തീ കൊടുക്കല, ഗ്യാസ് അടുപ്പ് കത്തിക്കല. ദയവ് ചെയ്തിട്ട് രക്ഷിതാക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ രാവിലെ മക്കളോടൊത്ത് വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ പുഞ്ചിരിക്കൂ. പ്ലാവും വന്ന് വീണ കൂഴച്ചക്ക പോലെ മോന്ത ഇങ്ങനെയാക്കിയിട്ട് രാവിലെ എഴുന്നേറ്റ് വരല്ല. പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർത്തുകൊണ്ട് മുറ്റത്തിറങ്ങൂ. ആ പ്രഭാതത്തെ കാണിക്കൂ. പ്രഭാതം വിടരും പ്രദോഷം വിടരും പ്രതീചി രണ്ടും കണ്ടു നിൽക്കും. ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ ഉണരൂ. ഒരു പാട്ട് കേൾക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെല്ലുമ്പോ രാവിലെ ചെന്നപ്പോ അവിടെ എന്താ പാട്ട് എന്നറിയോ? എന്നിട്ട് രക്ഷിതാക്കള് കുട്ടികളെ കുറ്റം പറയും. എന്ത് അധികാരമാണ് നിങ്ങൾക്ക് കുട്ടികളെ കുറ്റം പറയാൻ? രാവിലെ തന്നെ വെച്ച പാട്ട്, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, ഇല്ലൂമിനാട്ടി ഇല്ലൂമിനാട്ടി. ചേടാ, കുംഭകർണൻ ചോര കുടിച്ച കാട്ടിട്ടുണ്ട് നമ്മൾ പുരാണത്തില്. പക്ഷെ ഒരു കുംഭകർണനും കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് സോഡാ സർബത്ത് കുടിച്ചിട്ടില്ല. പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക്. വിദ്യാരംഭം സ്ലേറ്റിലല്ല, പൂഴിയിലല്ല, അരിയിലുമല്ല, വേറെ ആളുടെ പള്ളക്ക് കത്തി കയറ്റിയിട്ട് വിദ്യാരംഭം കുറിച്ചവനെ സൃഷ്ടിച്ച ദൈവത്തിന് 10ൽ 10 മാർക്ക് എന്ന് പറഞ്ഞാൽ നന്മയുള്ളവനെ സൃഷ്ടിച്ച ദൈവത്തിന് 0 മാർക്ക് അല്ലേ? അതല്ലേ ഇതർത്ഥം? ഈ പാട്ടും രാവിലെ കേൾക്കുന്നത്. നമ്മുടെ ജയചന്ദ്രൻ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന കുറെ പാട്ടുപാടി എന്നല്ല, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. 1000കണക്കിന് ആത്മഹത്യകൾ ഇല്ലാതാക്കിയത് ജയചന്ദ്രനാ. എന്താണ്? അദ്ദേഹത്തിന്റെ ഒറ്റ പാട്ട്. ആ പാട്ട് ഏതൊരു മോട്ടിവേഷണൽ പ്രസംഗത്തെക്കാൾ നല്ലതായിരുന്നു. ആ പാട്ട് സുപ്രഭാതം 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 നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ എന്ന പാട്ടില്ലേ? അതില് 1000 താമരത്തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ സരോവരമേ. ഈ പാട്ട് കേട്ടവൻ അന്ന് ആത്മഹത്യയില്ല. ആർക്കെങ്കിലും ആത്മഹത്യ ചെയ്യാൻ എന്തെങ്കിലും ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പാട്ടൊന്ന് കേട്ടാൽ മതി. അന്ന് മരിക്കൂല. വയലാറിന്റെ മനോഹരമായ വരികളാണ്. ഈ പാട്ട് പാടിയ രാവിലെ ഒരു നല്ല പാട്ട്, ഒരു സുപ്രഭാതം വേണ്ടേ? സുപ്രഭാതം പൊട്ടി വിടർന്നു ഉഷസന്ധായ ഗഗിരിയിൽ. പ്രഭാതത്തെ കാണുന്നില്ല നമ്മുടെ കുട്ടികൾക്ക്. ആ സൂര്യന്റെ പ്രകാശത്തെ ഉള്ളിലേക്ക് ഏറ്റുവാങ്ങി കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തത്, സൂര്യനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അടുത്ത ശാന്തി മന്ത്രം എന്താ? ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു
മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എന്തായി പറഞ്ഞ് എല്ലാരും ചൊല്ലു, അർത്ഥം അറിയോ? സഹ അവവധു. ഒരുമിച്ചിരുന്ന് വട്ടത്തിലിരുന്ന് ചർച്ച ചെയ്ത് പഠിക്കണം. അതാ ഇത് നമ്മൾ ഒരുമിച്ചിരുന്ന് ചിന്തിക്കുക. സഹ അവവധു. നമ്മളൊന്നും ഒറ്റക്കൊറ്റക്ക് ഒരറിവ് ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ അറിവും മനുഷ്യരും എൻ്റെ ശരിയും, അതാദ്യം ഞാൻ പറഞ്ഞു, എൻ്റെ ശരിയും നിന്റെ ശരിയും ഒരച്ച് കത്തിച്ച് അതിൻ്റെ കന്മഷങ്ങൾ കളഞ്ഞ് നമ്മുടെ ശരിയാകുമ്പോഴാണ് യഥാർത്ഥ ശരിയുണ്ടാവുന്നത്. സഹ അവവധു. അതുപോരാ. സഹനോ ഭുനക്തു. എന്താ ഭുനക്തു? ഞാനൊരു ചോദ്യം ചോദിക്കാം, നിങ്ങളെല്ലാവരും ഉത്തരം പറയണം. നിങ്ങൾക്ക് ഉത്തരം അറിയുന്ന ചോദ്യമേ ഞാൻ ചോദിക്കൂ, പക്ഷെ ഉത്തരം നിങ്ങൾ പറയണം. അതേ എനിക്ക് വ്യവസ്ഥയുള്ളൂ. ഉത്തരം അറിയാം നിങ്ങൾക്ക്, പക്ഷെ നിങ്ങൾ പറയണേ. ഞാൻ ചോദിക്കട്ടെ, പറയൂലേ? അറിയെങ്കിൽ പറയൂലേ? തേനുണ്ടാക്കുന്ന ആരാ? തേനീച്ച. എല്ലാവരും പറഞ്ഞില്ലേ? തെറ്റാണ് ഉത്തരം. തേനീച്ച ഇതുവരെ ഒരു തുള്ളി തേനുണ്ടാക്കിയിട്ടില്ല. തേനുണ്ടാക്കുന്ന ആരാ? പൂക്കളാണ്. പക്ഷെ പൂക്കളിലെ തേനെല്ലാം മണ്ണിലടിഞ്ഞിട്ടും എന്തേ മണ്ണിന് മധുരമില്ല? എല്ലാ പൂവിലെയും തേന് തേനീച്ച കുടിക്കുന്നില്ലല്ലോ. 3 കോടി വർഷമായി പൂക്കൾ ഉണ്ടായിട്ട് ഇത്രയും കോടാനുകോടി വർഷം എത്രയെത്ര കോടി ലിറ്റർ തേനാണ് മണ്ണിലടിയുന്നത്. എന്നിട്ട് എന്താ മണ്ണിന് മധുരമില്ലാത്തത്? സിമ്പിളാണ് ഉത്തരം. ഏതൊരു ഭക്ഷണ സാധനം പോലെയും തേന് 2 ദിവസം കൊണ്ട് കെട്ടുപോകുന്ന സാധന. അതുകൊണ്ടാണ് മണ്ണിന് മധുരമില്ലാത്തത്. അപ്പൊ നിങ്ങൾക്കിവിടെ മനസ്സിലൊരു ചോദ്യമില്ലേ, നമ്മളെ വീട്ടിലെ തേന് കെട്ടുപോകുന്നില്ലല്ലോ? അതെന്താ കെട്ടുപോകാത്തത്? പൂവിൽ നിന്ന് തേനീച്ച തേനെടുത്ത് അത് അപ്പടി തേൻവലിയിൽ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ 2 ദിവസം കൊണ്ട് കെട്ടുപോകും. തേനീച്ച അത് ഭുജിക്കുന്നു. കുടിച്ച് ദഹിപ്പിച്ച തേനാണ് തേൻവലിയിൽ കൊണ്ടുപോയി വെക്കുന്നത്. അതുകൊണ്ടാ കുട്ടികൾക്ക് ഗുളിക തേനിൽ ചാലിച്ച് കൊടുക്കാൻ പറയുന്നത്. കുട്ടികൾക്ക് ദഹനശക്തി കുറവായിരിക്കും. തേനിൽ ചാലിച്ചാൽ ദഹിപ്പിക്കണ്ട, നേരിട്ട് ശരീരം ആഗിരണം ചെയ്യും. മനസ്സിലായോ? ദഹിച്ച തേനാണ്. നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, പാഠപുസ്തകം പഠിച്ചാൽ പോരാ, ആ പഠിച്ചത് ഭുജിക്കണം. നിങ്ങളുടെ തനത് ജ്ഞാനവും നിങ്ങളുടെ വികാരവും നിങ്ങളുടെ ഓർമ്മശക്തിയും ചരിത്രബോധവും നിങ്ങളുടെ ദേശവും നിങ്ങളുടെ കാലവും ചേർത്തിട്ട് നിങ്ങളുടെ സ്വന്തം അറിവാക്കി മാറ്റണം. അതില്ലാത്ത പ്രശ്നം. സ്വന്തമാം ബുദ്ധിയില്ലാത്തോൻ അന്തമന്യേ പഠിക്കലും ശാസ്ത്രാർത്ഥമറിയാ കൈലി കറിസ്വാദ് കണക്കിനെ. സ്വന്തമായ ബുദ്ധിയില്ലാത്തവൻ അറ്റമില്ലാതെ പഠിച്ചിട്ടും ശാസ്ത്രീയമായ അർത്ഥമറിയില്ല. ഏതുപോലെ? തവി കറിസ്വാദ് കണക്കിനെ. തവിയില്ലേ കയ്യില്, സ്പൂണ്. പല കറിയും വിളമ്പുന്ന ഒരു തവിക്കും ഒരു കറീൻ്റെ ടേസ്റ്റ് മനസ്സിലായിട്ടില്ലല്ലോ. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മലയാളവും ഇംഗ്ലീഷും സോഷ്യൽ സയൻസും മുക്കുക, ഉത്തര പേപ്പറിൽ വിളമ്പുക. കറീൻ്റെ ടേസ്റ്റ് മനസ്സിലാവണം. സഹനോ ഭുനക്തു ഉണ്ടാവണം. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഉള്ളവരില്ലാത്തവരോടാണോ ചോദിക്കുക? ഇല്ലാത്തവരുള്ളവരോടാണോ ചോദിക്കുക? ഉള്ളവരോടല്ലേ ചോദിക്കണ്ടേ? ഇല്ലാത്തവരല്ലേ ചോദിക്കണ്ടേ? സ്കൂളിൽ അറിവുള്ളത് അധ്യാപകനാണോ വിദ്യാർത്ഥിക്കാണോ? അധ്യാപകർക്ക്. ഇല്ലാത്തതോ? വിദ്യാർത്ഥിക്ക്. അപ്പൊ ഇല്ലാത്തവരുള്ളവരോടല്ലേ ചോദിക്കണ്ടേ? അപ്പൊ ചോദ്യം ചോദിക്കേണ്ട ആരാ? കുട്ടികളല്ലേ. ഉത്തരം പറയേണ്ട ആരാ? അധ്യാപകരല്ലേ. ഇപ്പം ആരാ ചോദ്യം ചോദിക്കുന്നത്? അധ്യാപകർ. ഉത്തരം പറയുന്ന ആരാ? കുട്ടികൾ. ഏത് ഉത്തരാ കുട്ടികളോട് ചോദിക്കുന്നത്? മാഷ് കൊടുത്തേൽപ്പിച്ച ഉത്തരം. ഞാനിപ്പോൾ എൻ്റെ ഫോൺ നിങ്ങൾക്ക് ഒരാൾക്ക് തന്നു, നിങ്ങളത് വാങ്ങി. എന്തിനാവോ? ഏതിനാവോ? ഞാൻ ചോദിച്ചപ്പോൾ തിരിച്ചിങ്ങോട്ടും തന്നു. നിങ്ങളെ കയ്യിൽ ഫോണുണ്ടോ? ഇല്ല. അതുപോലെ കുട്ടികൾക്ക് കുറേ ഉത്തരം അധ്യാപകർ കൊടുക്കും. കുട്ടികൾ വാങ്ങും. എന്തിനാവോ? ഏതിനാവോ? എന്തിനാ വാങ്ങുന്ന? അധ്യാപകർ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാൻ. എപ്പോഴാ ചോദിക്കുക? പരീക്ഷയ്ക്ക് ചോദിച്ചു, കുട്ടികൾ ഉത്തര പേപ്പറിൽ തിരിച്ചു കൊടുത്തു. ഞാൻ ഫോണ് തിരിച്ചു വാങ്ങിയാൽ നിങ്ങളുടെ കയ്യിൽ ഫോണില്ല. അതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ കുട്ടിയുടെ കയ്യിൽ ഉത്തരവില്ല. 8 കഴിഞ്ഞ് 9 8 പോയി, 10 കഴിഞ്ഞ് +1 ചേരുമ്പോൾ 10 പോയി. ഈ വിഡ്ഢിത്തത്തെ തുടരരുത്. അതിന് ചർച്ച വേണം. അതാ സഹനോ ഭുനക്തു. പിടികിട്ടിയ അത് ഭുജിക്കണം. ആ ഭുജിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കർമ്മമണ്ഡലത്തിലേക്ക് നിങ്ങളുടെ ചിന്തയും കർമ്മവും മാറണം. സഹവീര്യം കരവാവഹൈ. പഠിച്ചിട്ട് അതിന് കണക്കായി പ്രവൃത്തിയില്ലാഞ്ഞിട്ടല്ലേ കാര്യം. ഇന്ത്യ രാജ്യം തളർന്നു പോയതെന്താ? കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നില്ലേ? നളന്ദ, തക്ഷശില.
കാശ്മീരിൽ ഒരു സർവകലാശാലയുണ്ട്, ശാരദ. ഞാനിപ്പോൾ അതിനെപ്പറ്റി പഠിച്ചു വരിക. പഠിച്ചപ്പോഴാണ് ഒരു അത്ഭുതം അറിഞ്ഞത്. ആ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയിട്ട് കർണാടകത്തിൽ അതേ പേരിൽ ഒരു സർവകലാശാല ഉണ്ടാക്കിയ ഒരാള്. ആ സർവകലാശാലയുടെ പേര് ശാരദാ പീഠം എന്നാണ്. അയാളുടെ പേര് ജഗദ്ഗുരു ആദിശങ്കരൻ എന്നാണ്. മനസ്സിലായോ? ശാരദാ സർവകലാശാലയിൽ പഠിച്ച ആളയാള്. എന്തൊരു ബുദ്ധിയായിരുന്നു നമുക്ക്. 18 പുരാണങ്ങളും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളൊക്കെ എഴുതിയില്ലേ? അതൊന്ന് ചെറിയ ബുദ്ധിയാ. മഹാഭാരതത്തിൽ മാത്രം ഏതാണ്ട് 15,000 കഥാപാത്രങ്ങളുണ്ട്. 15,000 പേര് കണ്ടുപിടിക്കണം. പണി എത്രയാ? 2 മക്കളുള്ള അച്ഛനും അമ്മയും ഇപ്പം തന്നെ നെറ്റ് തപ്പാൻ തുടങ്ങി പേരിന്. ഗർഭിണിയാവുമ്പോൾക്ക് തപ്പാൻ തുടങ്ങും പേര്. ആളോടെല്ലാം ചോദിക്കൂ. അപ്പോഴാണ് 100 പേരിട്ടില്ലേ ധൃതരാഷ്ട്ര മക്കൾക്ക്, കൗരവന്മാർക്ക്? ഒരു പേര് ആവർത്തിച്ച് വന്നില്ലല്ലോ. അങ്ങനത്തെ 15,000 പേര് ഒരൊറ്റ കൃതിയിൽ. ഒരു കഥയും അങ്ങോട്ടും ഇങ്ങോട്ടും യുക്തിഭംഗമില്ലാതെ എഴുതി വെച്ചില്ലേ? വേദങ്ങളെല്ലാം ചൊല്ലിപ്പഠിക്കലേ ഉള്ളൂ, ഏതിക്കലല്ല, ഓദിക്കല. വേദങ്ങൾ പഠിപ്പിക്കുന്നവനെ ഓദിക്കൽ എന്ന് പറയൂ, ഓതുക, പറയുക. പക്ഷെ ഓതുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് അറിയോ? കുറേ പ്രക്ഷിപ്തങ്ങൾ ഉണ്ടാവും, കുറേ ലുപ്തങ്ങളും ഉണ്ടാവും. പ്രക്ഷിപ്തം എന്ന് പറഞ്ഞാൽ ഈ ചൊല്ലുമ്പോ ഒന്നും കിട്ടുന്നില്ലേ, വായിക്ക് തോന്നിയ കൂട്ടി പറയൂ. കുറെ മറന്നുപോയാ വിട്ടുപോവുകയും ചെയ്യും. അങ്ങനെ വേദങ്ങളുടെ മൂല്യം നശിച്ചുപോയി. വേദങ്ങളുടെ മൂല്യം നശിച്ചുപോയി. ഞാനിങ്ങനെ എൻ്റെ SLC ബാച്ചിന്റെ കൂടെ കൊടകില് ടൂറ് പോകുമ്പോൾ അന്താക്ഷരി കളിച്ചു. ബസ്സിന്റെ ഇടത്ത് ഭാഗത്ത സീറ്റുകാരും വലത്ത് ഭാഗത്ത സീറ്റുകാരും 2 ഗ്രൂപ്പായിട്ട് അന്താക്ഷരി. അന്താക്ഷരി എന്ന് പറഞ്ഞാൽ അറിയാവോ? സിനിമാ പാട്ടിന്റെ ആദ്യത്തെ വരിയോ അല്ല, അവസാനത്തെ വാക്കിലെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് അടുത്ത TV ചൊല്ലണം. എൻ്റെ ഗ്രൂപ്പിനില്ല നാന്ന് തുടങ്ങുന്ന അക്ഷരാണ് ഇടക്കിടക്ക് ഒരുപാട് വന്നത്. നാ എന്ന് തുടങ്ങുന്ന പാട്ടുകളെല്ലാം ഞങ്ങൾ പാടി. ഇനി നാ വന്ന് നമ്മൾ കണിയും. കാരണം നായിൽ തുടങ്ങുന്നതിന് പാട്ട് ഓർമ്മയില്ല. അപ്പൊ അതാ കറങ്ങിത്തിരിഞ്ഞ് അടുത്ത് നമുക്ക് നാ വരുന്നു. അപ്പൊ നമ്മൾ തോറ്റു എന്ന് ഉറപ്പിച്ച് എല്ലാവരും നിരാശനായി. മറ്റേ ടീം ഇതാ തോറ്റില്ലേ സമ്മതിക്കുന്നു. അപ്പൊ ഞാൻ ഒറ്റ പാട്ട്, നട്ടപ്പാതിരാവായി നേരം പനിനീർക്കുളിരമ്പിളി എന്ന് പാടി നമ്മൾ ജയിക്കുകയും ചെയ്തു. ആ പൊട്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല ഇത് വെറും പാതിരാവായിന്നേ ഉള്ളൂ, ഞാൻ നട്ട കൂട്ടിയതാ നാ കിട്ടാൻ വേണ്ടി. ഇതുപോലെയാണ് വേദങ്ങൾ ചൊല്ലിപ്പോകുമ്പോ പലതും കൂട്ടിച്ചേർക്കും. ഇതിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകുമ്പോ ഒരു മുക്കുവ സ്ത്രീയുടെ മകൻ ദ്വീപിൽ ജനിച്ചതുകൊണ്ട് അവന് ദ്വൈപായനൻ, കറുത്തവനായതുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ. അവൻ ഈ വേദങ്ങളെ മുഴുവൻ കലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു, സമ്പാദിച്ചു, സംശോധനം നടത്തി, പ്രസാദനം നടത്തി. ഇതിന് 3നും കൂടി ഒറ്റ വാക്കാണ് വ്യസിക്കുക. അങ്ങനെ വേദങ്ങൾ വ്യസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്ന് പേരിട്ടത്. ചെറിയ ബുദ്ധിയാ? അതല്ല, അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് വന്നിട്ട് 10-250 വർഷമല്ലേ ആയിരുന്നു. മെന്റലിയഫിന്റെ പട്ടികയും 104 മൂലകങ്ങളെല്ലാം വന്ന് എക്സ്റേയും സ്കാനിങ് എല്ലാം വന്നതിന് ശേഷമല്ലേ ഇംഗ്ലീഷ് മരുന്ന് വികസിച്ചത്. എന്നാൽ ഒരു ലാബറട്ടറിയും ടെസ്റ്റ് ട്യൂബും ഫണലും എക്സ്റേയും മൈക്രോസ്കോപ്പും ഇല്ലാത്ത കാലത്ത് നമ്മുടെ നാട്ടിലെ മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും വായിലിട്ട് ചവച്ചരച്ച് നോക്കിയിട്ട് ഇതായിരുന്നു ലാബറട്ടറി. ഇത് നമ്മളെ ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് വാദത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ എന്ന് കണ്ടെത്തിയിട്ട് ആയിരക്കണക്കിന് കഷായം, അരിഷ്ടം, വടകം, ലേഖ്യം, ഗുളിക, തൈലങ്ങൾ ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവിനിയും ചെറിയ ബുദ്ധിയാ? ആണോ? ചെറിയ ബുദ്ധിയല്ല. എന്നിട്ടും ഇതൊക്കെ എഴുതി വെച്ച നമ്മുടെ പുരാണങ്ങൾ ഇത്രയും ബുദ്ധിമാന്മാരുണ്ടായിട്ടും നമ്മുടെ രാജ്യം, പ്രധാനമന്ത്രി പറയാ 2045 ആവുമ്പോഴേക്ക് നമ്മൾ വികസിക്കും, അമേരിക്കന്റെ അടുത്തെത്തും. എന്തേ? സിമ്പിളാ ഉത്തരം. സഹവീര്യം കരവാവഹൈ. അറിവിനെ പ്രായോഗികവൽക്കരിച്ചില്ല. പണ്ട് അറിവുള്ളവരൊന്നും ഒരു പണിയെടുക്കില്ല, എന്നാ പണിയെടുക്കുന്നവർക്ക് അറിവും കൊടുത്തില്ല. ഇതാ പ്രശ്നം. ഈ അറിവിനെയും അധ്വാനത്തെയും കൂട്ടിച്ചേർക്കണ്ടേ? പണിയെടുക്കണം. മനുഷ്യൻ അധ്വാനിച്ച് ജീവിക്കുന്നവനാ, ഉണ്ടാക്കി ഉണ്ണുന്നവനാ. ആകാശത്തിലെ കുരുവികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അളന്നളന്ന് കൂട്ടുന്നില്ല. നമ്മൾ കൂട്ടിവെക്കുന്നു. വെള്ളരിക്കയും നവധാന്യങ്ങളും കണി കാണുന്നു, ഭാവിക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നു. അതാണ് വിഷു. വിത്തിന്റെ ഉത്സവമാണ്. ഓണം കൊയ്ത്തിന്റെ ഉത്സവമാണ്. വിഷുപക്ഷി വേനൽക്കാലത്ത് വയലുകളിൽ പുതുമഴ പെയ്യുമ്പോ പുരുഷന്മാര്
കൈക്കോട്ട് എടുത്തിട്ട്, കൈക്കോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്താ, കൂന്താലിന്നോ തൂമ്പാന്നോ എന്താ പറയാ, ഞങ്ങൾക്ക് കൈക്കോട്ട. കൈക്കോട്ട് എടുത്തിട്ട് പോവും, വിത്തും എടുത്തിട്ട്. അമ്മ വയല് വൃത്തിയാക്കാൻ വരമ്പത്ത് പോയി നിൽക്കും. അച്ഛനാണെങ്കിൽ അതിന് വളം എന്ന് പറയുന്നത് രാസവളമൊന്നുമില്ല, വൃക്ഷത്തിന്റെ ഇല കൊണ്ടുവന്ന് കൊത്തിത്തറച്ചിടും, അതാണ് വളം. അപ്പൊ അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളം മുറ്റത്ത്, പാടി ചെമ്പോത്ത്, വിത്തും കൈക്കോട്ടും. മനസ്സിലായോ? ആ വിത്ത് കണി കാണുന്നതാണ് വിഷു. ആ വിത്തിട്ട് പുതുമഴ പെയ്ത് പൊട്ടിച്ചെനച്ച് വളർന്നിരിക്കുന്ന ആ നെൽക്കതിരുകൾ മിഥുനത്തിലും കർക്കിടകത്തിലുള്ള പേമാരിയിൽ കുളിച്ച് ചിങ്ങമാസമാകുമ്പോഴേക്ക് കൊയ്ത്തിനൊരുങ്ങി നിൽക്കുമ്പോൾ ഓണം വരും, അല്ലേ? കൊയ്ത്തുത്സവമാണ് ഓണം, വിത്തുത്സവമാണ് വിഷു. വിഷു ഓണവും എന്ന് പറയുന്ന ഒരു മതപരിവേഷമുള്ള ഉത്സവമല്ല, കാർഷിക ഉത്സവമാണ്. ലോകത്ത് മറ്റൊരാൾക്കും ഇങ്ങനെ ഒരു ഉത്സവമില്ല. കൃഷിയുമായി ബന്ധപ്പെട്ട ഉത്സവമാണ് ഓണവും വിഷു. സൂക്ഷിച്ചു വെക്കണം, ഈ പ്രക്രിയ നടത്തണം. അതുകൊണ്ട് സഹവീര്യം കരവാവഹൈ, ഇത്രയും 3 കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രകാശം വരും. തേജസ്വിനാവധീതമസ്തു. ഇത് വന്നാ പിന്നെ നമ്മൾ ഭക്തനായി. ഭക്തനായി. എന്താ ഭക്തൻ എന്ന വാക്കിന്റെ അർത്ഥം? ഭക്തൻ എന്ന വാക്കിന്റെ അർത്ഥം ഭാ എന്ന് പറഞ്ഞാൽ ശോഭ എന്നാ, പ്രകാശം. ഉള്ളിൽ പ്രകാശമുള്ളവൻ ഭക്തൻ. ചന്ദനം തൊട്ടവൻ, ഭസ്മം തൊട്ടവൻ, വഴിപാട് കഴിപ്പിച്ചവനൊന്നും ഭക്തനല്ല. ഉള്ളിൽ വെളിച്ചമുണ്ടോ, നിങ്ങൾ ഭക്തനാവും. അതാ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഈ വെളിച്ചം ഉള്ളിൽ ഉണ്ടായാൽ പിന്നെ ഒരാളോട് വിദ്വേഷം ഉണ്ടാവരുത്. നിങ്ങളുടെ ഉള്ളിൽ വിദ്വേഷമുണ്ടോ, അപ്പൊ നിങ്ങൾ ഭക്തനല്ല. അസൂയുണ്ടോ, ഭക്തനല്ല. വെറുപ്പുണ്ടോ, ഭക്തനല്ല. സ്നേഹമുണ്ടോ, ഭക്തനാണ്. കാരുണ്യമുണ്ടോ, ഭക്തനാണ്. ആ ഭായിലേക്ക് ഗമിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നവൻ ഭഗവാൻ. ഗ എന്ന് പറഞ്ഞാൽ പോവുക, ഗംഗ എന്ന് പറഞ്ഞാൽ എന്താ? ഗം എന്ന് പറഞ്ഞാൽ പോയത്, ഗ എന്ന് പറഞ്ഞാൽ പോകുന്നത്, ഗംഗ എന്ന് പറഞ്ഞാൽ പോയ വഴിയെ പോകുന്നത്, ഒഴുകിയ വഴിയെ ഒഴുകുന്നത് കൊണ്ടാ ഗംഗ എന്ന് പേര് വന്ന്. ഗ എന്ന് പറഞ്ഞാൽ പോവുക. ഉദ്യോഗം എന്താണ്? ഉദ് മേലോട്ട്, ഗം ഗമിക്കുക. ഒരു സമൂഹത്തെ മേലോട്ട് കൊണ്ടുപോകാനുള്ള സ്ഥാനത്തിരിക്കുന്നവൻ ഉദ്യോഗസ്ഥൻ. പിടികിട്ടിയോ ഉദ്യോഗസ്ഥൻ എന്ന വാക്കിന്റെ അർത്ഥം? അപ്പോ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭായിലേക്ക് ഗമിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നവൻ ഭഗവാൻ. ആ ഭായിലേക്ക് ഗമിക്കാൻ വേണ്ടിയാ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഉള്ളിൽ വെളിച്ചമുണ്ടാവണം. വെളിച്ചമുണ്ടാവണം. അമ്പലത്തിൽ പോയി തൊഴാറില്ലേ? നമസ്തേ നമസ്തേ എന്നല്ലേ തൊഴുന്നത്? നമസ്തേ എന്ന് പറയുമ്പോ എന്നേക്കാൾ വലുത് നിങ്ങളാന്നല്ലേ? ദൈവമല്ലേ വലുത്, അല്ലേ? ഞാൻ എന്ന് പറഞ്ഞാൽ അല്ല എന്നല്ലേ? നോ എന്നല്ലേ? മാ എന്ന് പറഞ്ഞാൽ ഞാനാന്നല്ലേ? നമാന്ന് പറഞ്ഞാൽ ഞാനല്ല, പിന്നെ ആരാ? തേ, നീയാ വലുത്. അതാ നമസ്തേ. നമസ്തേ എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ വലുത് നിങ്ങളാന്നാ. അപ്പൊ കയ്യിലെ പ്രധാനപ്പെട്ട വിരല് പെരുവിരലല്ലേ? തള്ള വിരലല്ലേ? ലൈക്കടിക്കുന്ന വിരൽ ഇതല്ലേ? അപ്പൊ ദൈവം അല്ലേ വലുത്? അപ്പൊ ഇങ്ങനെയല്ലേ തൊഴണ്ടേ ശരിക്ക്? ആ വിരൽ അങ്ങോട്ട് ചൂണ്ടട്ടെ. പിന്നെ എന്താ ഇങ്ങനെ തൊഴുന്ന? തൊഴുന്നതിന്റെ അർത്ഥം എന്താ? തൊഴുന്നതിന്റെ അർത്ഥം ദൈവത്തിന് നിവേദനം കൊടുക്കലല്ല. തൊഴുന്നതിന്റെ അർത്ഥം ശ്രീകോവിലിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വെളിച്ചത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങല. ഹൃദയത്തിൽ മാത്രം, വികാരങ്ങളിൽ മാത്രം പോരല്ലോ വെളിച്ചം, ചിന്തയിലും വേണ്ടേ? അതുകൊണ്ടാണ് ഇവിടുന്ന് ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നു മേലേക്ക്. അതാ തൊഴുതു കഴിഞ്ഞാൽ മേലേക്കാവിലും താഴേക്കാവിലുള്ള ആൾ ഇവിടെയാ. മനസ്സിലായോ? എന്നിട്ട് പ്രസാദം വാങ്ങുന്നു. പ്രസാദം വാങ്ങിയിട്ട് നെറ്റിയിൽ തൊടുന്നു. അതിലെന്ത് ചേർക്കും? തീർത്ഥക്കുളത്തിലെ മണിക്കിണറിലെ വെള്ളം, തീർത്ഥജലമല്ലേ ചേർത്തിട്ട് ചാന്ത് പോലെയാക്കിയിട്ട് നെറ്റിയിൽ തൊടുക. അതിലെന്താ ചേർക്കേണ്ടതെന്ന് 60 കൊല്ലമായി നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ല. എല്ലാ പ്രാർത്ഥനയും ഇതാണ്, കേൾക്കും, ശ്രദ്ധിക്കൂല, അതിന്റെ അർത്ഥം അറിയില്ല. നിങ്ങൾ 60 കൊല്ലമായി കേൾക്കുന്നുണ്ട്. എന്ത്? ഈ പ്രസാദത്തിൽ എന്താ ചേർക്കേണ്ടതെന്ന് ഇല്ലേ? ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കും കൊട്ടി എന്ന പാട്ട് കേട്ടിട്ടില്ലേ? അതിന്റെ അടുത്ത വരി എന്താ? നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട്. നെഞ്ചിലെ വെളിച്ചമാണ് ഇതിൽ ചേർക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നെറ്റിയിൽ തൊട്ടാൽ എൻ്റെ ചിന്തയിൽ വെളിച്ചമാണ്, ഒരു ദുഷ്ടതയില്ല.
ഹൃദയത്തിൽ തൊട്ടാൽ എന്റെ വികാരങ്ങളിൽ വെളിച്ചമാണ്, ഒരു ദുഷ്ടവികാരമില്ല. കണ്ഠത്തിൽ തൊട്ടാൽ എന്റെ വാക്കുകൾ, വാക്കിന്റെ ഉറവിടം ക് അല്ലേ? ക് എന്ന് പറഞ്ഞാൽ തൊണ്ടയെന്ന് വരുന്ന ഒച്ചയാണല്ലോ ക്. വായിലൂടെ പുറത്തേക്ക് വരുന്ന ക് ആണ് വാക്ക്. പിടികിട്ടിയോ? ആ വാക്കിൽ ഒരു വൃത്തികെട്ട വാക്ക് ഞാൻ പറയൂല. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാവണം. അതാണ് കണ്ഠത്തിൽ ഇത് തൊട്ടാൽ നല്ലതേ പറയാവൂ. ബാക്കിയുള്ള രണ്ട് കൈയിലോ തേച്ച് ഇവിടെയും ഇവിടെയും തൊട്ടാൽ എൻ്റെ കൈ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതായിരിക്കും, വെളിച്ചമുള്ളതായിരിക്കും. മനസാ വാച കർമ്മണ ഞാൻ പ്രകാശമുള്ളവനാണ്. അവനാണ് ഭക്തൻ. പിടികിട്ടിയോ? അവനാണ് ഭക്തൻ. അപ്പൊ ഈ ഉള്ളിൽ വെളിച്ചം നിറക്കാൻ, അത് നിറഞ്ഞാൽ മാ വിദ്യുഷാവഹൈ, ഒരാളോടും വിദ്വേഷം ഉണ്ടാവില്ല. അഥവാ ഇറച്ചി മീനെല്ലാം കൂട്ടുന്ന ശരീരാണ്, നാവിൻ തുമ്പത്ത് ചിലപ്പോ വികട സരസ്വതി വരും. ഒരാളെ കണ്ടാൽ എന്തെങ്കിലും കുറ്റം പറയാൻ തോന്നും. നമ്മുടെ വീട്ടിലെ കുറ്റം പറച്ചലാ പ്രധാനം. നിങ്ങൾ വീട്ടുകാരെല്ലാം ഒത്തുകൂടിയിട്ട് റോഡിലൂടെ അതാരാ പോകുന്ന ഗോപാലൻ കുട്ടി, മഹാവൃത്തികെട്ടവനാട്ടോ. പിന്നെ ആരാ പോകുന്നത്? കുഞ്ഞി കൃഷ്ണൻ, അതിലും പോക്കാ. പഞ്ചായത്ത് മെമ്പർ ഒന്നിനും കൊള്ളൂല. പഞ്ചായത്ത് പ്രസിഡന്റ് മഹാബദ്ധോ, MLA പോക്കാണ്, മന്ത്രിമാരെല്ലാം പോക്കാണ്, മുഖ്യമന്ത്രി പോക്കാണ്, പ്രധാനമന്ത്രി ഭീകരനാണ്, എല്ലാവരും മോശ. ഒരാളെ ഉള്ളൂ ലോകത്ത് നല്ലേ, അതാരാ? ഞാൻ മാത്രം. ഇത് കേട്ട് 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 നമ്മുടെ കുട്ടികൾക്കുണ്ടാവുന്ന മനോഭാവം എന്താണെന്നറിയോ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ മനോഭാവം വളർത്തിക്കൊണ്ടാ കുട്ടികൾ 4219 മരണമുണ്ടാക്കിയത് ഈ കേരളത്തിൽ. വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടലിൽ മരിച്ചത് 400. പക്ഷെ 2024 ഈ കേരളത്തിൽ 4219 മരണമുണ്ടാക്കിയ ദുരന്തമുണ്ട്. എന്താ അത്? റോഡപകടങ്ങൾ. റോഡപകടങ്ങളിൽ കഴിഞ്ഞ ഒറ്റ കൊല്ലം കൊണ്ട് റോഡിൽ പൊലിഞ്ഞത് 4219 ജീവനാണ്. എന്തേ? റോഡിന്റെ കുഴപ്പം കൊണ്ടല്ല. പണ്ടത്തെ മാതിരി വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് പൊട്ടിയിട്ടോ ടയർ പൊട്ടിയിട്ടോ എക്സിൽ മുറിഞ്ഞിട്ടോ ഗിയർ ബോക്സ് സ്റ്റക്കായിട്ടോ അല്ല. ഓടിക്കുന്ന ഡ്രൈവറുടെ അഹന്ത. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഇതെല്ലാം എൻ്റെ തറവാട്ട് മുതലാ. ഈ മനോഭാവം നമ്മുടെ വീട്ടിൽ നിന്ന് വളർത്തുന്നു. നമ്മള് ഉള്ളിൽ നാവിൻ തുമ്പത്ത് അശ്രീകരം വരും, വികട സരസ്വതി വരും, ഇരുട്ട് വരും. ഇരുട്ടിന് സംസ്കൃതത്തിൽ രാ എന്നാ പറയാ, രാ. അതുകൊണ്ട് രാവ് രാത്രി എന്നൊക്കെ പറയുന്നത് ഇരുട്ടുള്ളത് കൊണ്ടാണ്. നാവിൻ തുമ്പത്ത് ഇരുട്ട് വന്നാൽ അതിനെ പുറത്ത് കളയാൻ ഒരു സൂത്രമുണ്ട്, അറിയാവോ? അതിനെ പുറത്ത് കളയാൻ ഒരക്ഷരമുണ്ട് മലയാള ഭാഷയിൽ. ആ അക്ഷരത്തിന്റെ പേര് മഹാപ്രാണം എന്നാണ്. മഹാപ്രാണം എന്ന അക്ഷരം സംസ്കൃതത്തിലും മലയാളത്തിലും ഉണ്ടാകും. ആ മഹാപ്രാണം അക്ഷരത്തിന്റെ പേരറിയുന്ന ആരും മലയാളികളുണ്ട് ഇവിടെ? മലയാള ഭാഷയിലെ മഹാപ്രാണം എന്ന അക്ഷരം അറിയുന്ന ആരും കൊണ്ടോ? മലയാളികളാരും ഇല്ലേ? എല്ലാം ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ഇരുത്തിയതാണോ ഇവിടെ? ചേട്ടാ, നമ്മുടെ അക്ഷരങ്ങള് ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് വരുമ്പം തൊടാതെ പുറത്തേക്ക് വിടുന്നത് സ്വരം. ഇംഗ്ലീഷിൽ വവൽസ് 5 ഉള്ളൂ. AEIOU. നമുക്ക് 15 ഉണ്ട്. കാരണം നമുക്ക് ഓരോ വവൽസിനും വവൽസും അതിന്റെ നീർഘവും അതിന്റെ മടക്കും ഉണ്ട്. ആന്നുണ്ട്, ഈന്നുണ്ട്, ഊന്നുണ്ട്. അതിന്റെ ഇടയിൽ മൂർഖം പാമ്പിന്റെ കഴുത്തിൽ ഒരു അക്ഷരം കൂടി കയറി വരും. മൂർഖം പാമ്പിന്റെ കഴുത്തിലുണ്ടല്ലോ ഒരു ചിഹ്നം, അത് കഴിഞ്ഞിട്ട് ഏന്നുണ്ട്, അതിനൊരു മടക്ക് ഐ. ഓന്നുണ്ട്, അതിനൊരു മടക്ക് ഔ. പിന്നെ പൂട്ടലും തുറക്കലും ആ. ഇതാണ് സ്വരം. 15 എണ്ണം. കിട്ടിയോ? 15 സ്വരം. പിന്നെയോ ഈ സ്വരം കണ്ടെത്തും മുതൽ ചുണ്ട് വരെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തടഞ്ഞ് പുറത്തേക്ക് വിടുന്ന വ്യഞ്ജിപ്പിക്കുന്നത് വ്യഞ്ജനം. കണ്ടത്തിൽ വ്യഞ്ജിപ്പിക്കുന്നത് കാക്ക കാക്കാങ്ങ കണ്ഠ്യം. അണ്ണാക്കിൽ വ്യഞ്ജിപ്പിക്കുന്നത് അണ്ണാക്കിന് താലം എന്നറിയും, താലവ്യം ചാച്ചാ ചാച്ചാഞ്ഞ. അണ്ണാക്കിന്റെ മൂർധാവിൽ നാവ് കുത്തി വ്യഞ്ജിപ്പിക്കുന്ന മൂർധന്യം ടാട്ടാ ഡാട്ടാണ്ണ. നാവിന്റെ അറ്റം പല്ലുമ്മത്തൊട്ട് ദന്തത്തിൽ തൊട്ട് വ്യഞ്ജിപ്പിക്കുന്ന ദന്ത്യം താത്താ ദാത്താന്ന. ചുണ്ട് കൂട്ടി തുറന്നിട്ട് വ്യഞ്ജിപ്പിക്കുന്ന ഓഷ്ടം ചുണ്ട് ഓഷ്ട്യം പാപ്പാ ബാപ്പാമ്മ. 5 25, നേരത്തെ 15 40. പിന്നെ അമ്മമാരുടെ 4 അക്ഷരമുണ്ട്. അമ്മമാരുണ്ടാക്കിയ 4 അക്ഷരം അറിയാവോ? അത് നിങ്ങളുടെ സ്വന്തം മധ്യമാക്ഷരങ്ങൾ. അത് അമ്മയായിട്ട് വന്നോ? ഈ കുട്ടീനെ ഉറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരം അത്. കുട്ടീനെ ഉറക്കുമ്പോ ഈ ഊ മതിയോ? കുട്ടിക്ക് സ്വഞ്ജനം വേണ്ടേ?
പക്ഷെ കാക്കാ കാങ്ങാന്ന് പാട്ട് പാടിയാൽ കുട്ടി ഉറങ്ങുമോ ശബ്ദത്തിന്റെ പരുക്കൻ ശബ്ദം കേട്ടിട്ട്? അതുകൊണ്ട് അമ്മമാരൊരു സൂത്രം, സ്വരവും പറ്റൂല വ്യഞ്ജനവും പറ്റൂല, അതിന്റെ മധ്യത്തിൽ 4 അക്ഷരം യാരാലാവ. അതും താരാട്ടുപാട്ടുമായിട്ടുള്ള ബന്ധവും. തമിഴന്മാരുടെ താരാട്ടുപാട്ടിൽ യാ 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 പ്രധാനം. നമുക്കോ രാരീരം രാരോ രാ ലാ ല ല ല ല ലാ 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 ല ല ല ല ല ല ല ല ലാ ലാ വാവേ വാവം വാവോ വാ. യാരാലാവ മനസ്സിലായോ? അപ്പം 40 4 44. ഇനി ഊഷ്മാക്കൾ സംസ്കൃതത്തിൽ നിന്ന് വന്ന 3 അക്ഷരം ഷ ഷ സ. ഊഷ്മാക്കൾ 44 3 47. ഇനിയാണ് ശ്വാസകോശത്തിന്റെ അടിയിൽ നിന്ന് പുറപ്പെടുന്ന ഗ എന്ന അക്ഷരത്തെ ഘ ആക്കുന്ന, ഡ എന്ന അക്ഷരത്തെ ധ ആക്കുന്ന, ബ എന്ന അക്ഷരത്തെ ഭ ആക്കുന്ന മഹാപ്രാണം ഹ. മനസ്സിലായോ? മഹാപ്രാണമഹ. ഈ മഹാപ്രാണം വന്നിട്ട് നാവിൻ തുമ്പത്തുള്ള ഇരുട്ടിനെ പുറത്തേക്ക് തള്ളിയിടുന്ന ഒരു പ്രക്രിയ ഉണ്ട്, അറിയാവോ? അതാണ് ഹരേ. പിടികിട്ടിയോ? എന്തെങ്കിലും തോന്നിയാസം വരുമ്പോ ഒറ്റ മന്ത്രം ഹരേ. പക്ഷെ പിന്നെയും തോന്നിയാസം വരും. ഈ ഉള്ളിൽ അന്ധകാരം ഉണ്ടെങ്കിൽ നാവിൻ തുമ്പത്തേക്ക് അരിച്ചരിച്ച് വരും. ആ ഉള്ളിലുള്ള അന്ധകാരത്തെ കൂടോടെ പുറത്തള്ളാനൊരു സൂത്രമുണ്ട്, അറിയാവോ? ഉള്ളിലുള്ള അന്ധകാരത്തെ മൊത്തം പുറത്തേക്ക് തെറിപ്പിക്കാൻ ഒരു സൂത്രം. രാച്ഛബ്ദോച്ചാരണ മാത്രേണ മുഖാൻ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീര്യാജ മകാരശ്ച കവാടവേൽ. രാ എന്നുച്ചരിക്കും വേളയിൽ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു. പുറത്തുപോയ പാപങ്ങൾ തിരിച്ചകത്ത് പ്രവേശിക്കാതിരിക്കാൻ മ എന്ന് വയപുട്ടണം. അതാ രാമ. അപ്പോ ഹരേ രാമ എന്ന് ജപിക്കുന്നത് ദൈവത്തിന് വേണ്ടിയോ നമുക്ക് വേണ്ടിയോ? നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിനൊരു നേട്ടവും ഇല്ല. നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിനൊരു കോട്ടവും ഇല്ല. 2 കൊല്ലം ഒരു അമ്പലവും തുറന്നില്ലല്ലോ കോവിഡ് കാലത്ത്, ലോക്ക്ഡൌണില്. എന്നിട്ട് അവസാനം കോവിഡ് നീങ്ങി ലോക്ക്ഡൌൺ പിൻവലിച്ചിട്ട് നട തുറന്നപ്പോ എല്ലാ ദൈവങ്ങളും തളർന്നു വീണിരുന്നോ? ഇല്ലല്ലോ. നിങ്ങളുടെ പ്രാർത്ഥന ആർക്ക് വേണ്ടിയാ? നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ തത്വമസി, അത് നിന്റെ ഉള്ളിലുണ്ട്. അതിനെ ശക്തിപ്പെടുത്താനാണ്. അതിനെ ശക്തിപ്പെടുത്താൻ, അതാണ് പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം. നമ്മുടെ ഉള്ളിലുള്ള ദൈവശക്തി ഉണർത്തണം. അത് ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മന്ത്രങ്ങളും പ്രാർത്ഥനകളും എല്ലാം. ആ ദൈവിക ശക്തി ഉണർന്നു കഴിഞ്ഞാൽ എന്നിലും നിന്നിലുള്ള ഈ ദൈവശക്തി 2 അല്ല, 1 ആണെന്ന് മനസ്സിലാവും. 2 ഇല്ല, അദ്വൈതമാണ്. ദ്വൈതം 2, അദ്വൈതം 2 ഇല്ല. ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിയിലും എല്ലാം ഉള്ള ശക്തി ഒന്നല്ലേ ഉള്ളൂ. കാരണം ദശാവതാര കഥകൾ ഇവിടെ പറഞ്ഞില്ലേ? എന്താ ദശാവതാരം? ജീവന്റെ ഉൽപ്പത്തിയും വികാസമാണ്. ജീവന്റെ ഉൽപ്പത്തിയും വികാസമാണ്. ആദ്യത്തെ അവതാരം വെള്ളത്തിലുണ്ടായ മീനല്ലേ? ജീവൻ ഉണ്ടായത് വെള്ളത്തിലല്ലേ? ദേവി കന്യാകുമാരി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, പണ്ടത്തെ സിനിമ. ആ സിനിമയിൽ മാധുരി പാടി അതിമനോഹരമായ ഒരു പാട്ടുണ്ട്, കണ്ണാന്ന് പറഞ്ഞിട്ട്. കേട്ടിട്ടുണ്ടോ? പഴയ പാട്ടുകളുടെ പ്രത്യേകത നല്ല വരികളും നല്ല ഈണവുമായിരിക്കും, പക്ഷെ സിനിമാ രംഗം മഹാബദ്ധായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ പാട്ട് ഇവിടെ ഇനി പ്രസംഗിക്കാൻ പോകുന്ന ശ്രീകുമാരൻ തമ്പി എഴുതിയ ആറാട്ടിനാന കേളെഴുന്നള്ളി ആഹ്ലാദ സമുദ്രം അല തല്ലി ആറാട്ടിനാന കേളെഴുന്നള്ളി ആനന്ദ ഭൈരവി ആനന്ദ ഭൈരവി താളത്തിൽ മേളത്തിൽ അമ്പല തുളസികൾ തുമ്പി ആറാട്ടിനാന കേളെഴുന്നള്ളി. ആനന്ദഭൈരവി രാഗത്തിലാണ് ആ പാട്ട് ചിട്ടപ്പെടുത്തിയത്. ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഉത്സവം, ആറാട്ട്, ആനകൾ, ഭയങ്കര മുത്തുക്കുട, വെഞ്ചാമരെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഭയങ്കര അന്തരീക്ഷം, ഒരു വൈബില്ലേ? ആ വൈബ് നേരിട്ട് കാണാൻ വേണ്ടി ഞാൻ സിനിമ ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്നുള്ള സിനിമയിലാന്ന് തോന്നുന്നു. ആ സിനിമയിൽ ഞാൻ രംഗം ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോഴാണ് എൻ്റെ എല്ലാ പ്രതീക്ഷയും നശിച്ചുപോയി. നസീറും ജയഭാരതി ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്നിട്ട് കയ്യും പിടിച്ചിട്ട് ആറാട്ടിനാനകൾ, ഒരാനയും ഇല്ല, ഒരാറാട്ടും ഇല്ല, ഒരാനന്ദ ഭൈരവിയും ഇല്ല. ഇതാണ്. എന്നാൽ
പാട്ടുപോലെ സുന്ദരമായ ഒരു രംഗമാണ്. നിങ്ങൾ ആ രംഗം കണ്ടു നോക്കുക. ഒരു കട്ടമരം തുഴഞ്ഞിട്ട് കന്യാകുമാരി ഇങ്ങനെ കടലിലൂടെ, അന്ന് ഈ ക്യാമറ ട്രിക്കൊന്നും ഇല്ലാത്ത കാലത്താണ് കടലിൽ നിന്ന് ചിത്രീകരിച്ച രംഗം. കണ്ണാലില കണ്ണാ പാലാഴി തീരയിലൊഴുകും ആലില കണ്ണാ ഞാനൊരു കന്നിമുക്കുവ പെണ്ണ്, എൻ്റെ തോണിയിലെ പൊന്നു വേണോ പൊന്ന് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടിലെ ആദ്യത്തെ അനുപല്ലവി എന്താണെന്നറിയോ? നീ പണ്ടൊരു പൂത്തിമിങ്കിലമായി അന്ന് നിന്റെ യൗവനം തുഴഞ്ഞു വന്ന നീരാഴി. വിഷ്ണുവിന്റെ ആദ്യത്തെ അവതാരം മത്സ്യത്തെ പറ്റിയാ പറയുന്നത്. വെള്ളത്തിലുണ്ടായ ജീവൻ പിന്നെ കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കാൻ തുടങ്ങി, ഉഭയജീവി. അതാ ആമ കരയിലും ജീവിക്കും വെള്ളത്തിലും ജീവിക്കും. കൂർമാവതാരം. പിന്നീട് കരയിലെ പന്നിയായി മാറി, കാട്ടിലെ മൃഗമായി മാറി, വരാഹം പന്നി. പിന്നീട് മരത്ത് കയറുന്ന മുഖം കണ്ട സിംഹം, ഉടല് കണ്ട നരൻ നരസിംഹമായി. പിന്നീട് മരത്തുനിന്ന് താഴത്തിറങ്ങി വാല് പോയി, ബുദ്ധി വെച്ചു, പ്രകൃതിയിലുള്ള വിഭവങ്ങൾ കൊണ്ട് ഒരു ഉപകരണം ഉണ്ടാക്കി. അതാണ് ഓലക്കുട. അതേന്തി വന്ന് അളക്കാൻ തുടങ്ങി. 3 അടി അളന്ന വാമനൻ എണ്ണാനും അളക്കാനും തുടങ്ങി. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് മഴവില്ലിന് 7 നിറം ഉണ്ടായിരുന്നു. പക്ഷെ അത് 7 എണ്ണം ഉണ്ട്. ആരും എണ്ണിയോ? ഇല്ല, നമ്മളാ എണ്ണം പഠിച്ചത്. അങ്ങനെ വാമന് ശേഷമാണ് ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഇരുമ്പയിര് മുക്കിയെടുത്ത് അത് ഉരുക്കി മൂശയിലൊഴിച്ച് ഇരുമ്പിന്റെ ഒരു പത്തിയും മരത്തിന്റെ ഒരു തള്ളയും ചുമല് വെച്ചിട്ട് ഒരാൾ വന്നു, പരശുരാമൻ. അടുത്ത അവതാരം ലോഹയുഗത്തിലേക്കുള്ള ആരംഭമാണ് പരശുരാമൻ. ആ പാട്ടിന്റെ അടുത്ത വരി ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നീ പണ്ടൊരു മുനി കുമാരനായി അന്ന് നിന്റെ വെൺമഴു പറന്നു വീണ നീരാഴി. പിടികിട്ടിയോ? പരശുരാമന് ശേഷമാണ് മനുഷ്യന് ധാർമ്മികതയുടെ ഉത്ഭവം ഉണ്ടാകുന്നത്. മൃഗങ്ങളെ പോലെ ഇണചേർന്ന് രമിക്കുന്ന മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായി ശരീരത്തിന്റെ ചോദനകളെ നിയന്ത്രിക്കാൻ ആരംഭിക്കുന്നു. അതാണ് മനുഷ്യൻ. നമ്മളൊരു കുട്ടിയെ ആദ്യത്തെ ചടങ്ങെന്താ? ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ ചടങ്ങ് ഞങ്ങളുടെ നാട്ടിലൊക്കെ 28ാമത്തെ ദിവസം ആദ്യത്തെ ചടങ്ങ്. 28ന്റെ കണക്കെന്താ? എന്താ 28ന്റെ കണക്ക് അറിയാവോ? മലയാളിക്ക് ഈ പഞ്ചാംഗം ക്രിസ്തുവർഷം 825. നമ്മളെ സ്വന്തം കലണ്ടറിന്റെ പേര് പഞ്ചാംഗം എന്നാ കേട്ടോ. വിഷുപക്ഷിയെ കുറിച്ചിട്ട് പീലിയില പാടിയൊരു പാട്ടോർമ്മയുണ്ടോ? സംക്രമ വിഷുപക്ഷി സംവത്സര പക്ഷി പൊന്മണി ചുണ്ടിനാൽ കാലത്തിൻ ചുമരിലെ പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി നീ എത്ര പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി. പഞ്ചാംഗം നമ്മുടെ സ്വന്തം. ഈ ചുമരുമ തൂക്കുന്ന കലണ്ടർ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന നമ്മുടെ കലണ്ടർ പഞ്ചാംഗ. അത് കൊല്ലത്ത് വെച്ച് ഉണ്ടാക്കിയതാ 825 ആണ്ടിൽ. അതുകൊണ്ട് ആ കൊല്ലവർഷം ഇപ്പൊ എത്രയായി? 825. 2025 825 കുറച്ചാൽ 1200. ഇതേതാ കൊല്ലവർഷം? 1200. മനസ്സിലായോ? അതിനു മുമ്പ് നമുക്ക് ഡേറ്റ് ഇല്ല. നക്ഷത്ര അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്ര പിറന്നാളിലെ നമ്മൾ അധികാളും. ഇവിടെ ഇരിക്കുന്ന ഒരു 50 വയസ്സ് കഴിഞ്ഞ മിക്ക ആക്കും 3 ദിവസം പിറന്നാൾ ആഘോഷിക്കാം. ഒന്ന് പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് ഒറിജിനൽ ഇംഗ്ലീഷ് തീയതി. രണ്ടാമത്തത് മലയാള മാസവും നക്ഷത്രവും. മേടമാസത്തിൽ മകൻ നക്ഷത്രത്തിലെ എൻ്റെ അമ്മ പായസം വെക്കൂ. മൂന്നാമത്തത് LP സ്കൂൾ ഹെഡ്മാഷ് നിശ്ചയിച്ചു തന്നു. സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ ഒരു വിവരം ഉണ്ടാവില്ല, ഡേറ്റ് ഒന്നും ഒരു പിടി ഉണ്ടാവില്ല. അപ്പൊ ജൂണിൽ ചേർക്കണമെങ്കിൽ മെയ് പെറ്റാലേ ജൂണിൽ ചേർക്കാൻ പറ്റൂ. അതുകൊണ്ട് മിക്ക കേരളത്തില് 80-ന് മുമ്പ് സ്കൂളിൽ ചേർത്ത ഭൂരിപക്ഷം കുട്ടികളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് മെയ് മാസമായിരിക്കും. എൻ്റെ മെയ് 4 ഹെഡ് മാഷ് നെട്ടൂർ കുഞ്ഞിരാം മാഷ് LP സ്കൂൾ മാഷ് നിശ്ചയിച്ചത് മെയ് 4. അതാ എൻ്റെ SLC ബുക്കിൽ. ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണ്ടേ? ഞാൻ മെയ് 4 കൊടുത്തു. ഇപ്പൊ മെയ് 3 രാത്രി ശുക്രണ്ണനെ അറിയാവോ? ഫേസ്ബുക്കിന്റെ മോലാളി സുക്കംബർഗ്
എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെല്ലാം നോട്ടിഫിക്കേഷൻ അയക്കും, നാളെയാണ് ഈ ചങ്ങാതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ആശംസ അറിയിക്കുന്നുണ്ട്, അറിയിച്ചോന്നും ഓർമ്മിപ്പിക്കൂ. അപ്പൊ മെയ് 4 എനിക്ക് ഇങ്ങനെ വരും, ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. ഞാൻ അത് മുഴുവൻ മരിച്ചുപോയ നെട്ടൂർ കുഞ്ഞിരാം മാഷിയുടെ പാതാര ബിന്ദങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്യും. കാരണം അത് അയാൾ നിശ്ചയിച്ച, ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. നക്ഷത്രമാണ് അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രം. അപ്പൊ ഒരു കുട്ടിയുടെ ജന്മനക്ഷത്രം ആദ്യം വരിക 28-ാമത്തെ ദിവസമല്ലേ? 28-ാമത്തെ ദിവസം. അന്ന് പേര് വിളിക്കും, അന്ന് പാലും കൊടുക്കും, അരയിലൊരു നൂലും കെട്ടും. എന്തിനാ ഈ നൂല് കെട്ടുന്നത്? ഞാൻ ഈ അമ്പലത്തിൽ പ്രസംഗിക്കാമെന്ന സ്വാമിമാരോടും ആധ്യാത്മിക പ്രഭാഷകന്മാരോടെല്ലാം ചോദിച്ച് ഈ നൂല് കെട്ടുന്നതിൻ്റെ അർത്ഥം എന്താ? ഒരു മറുപടി ആരും പറഞ്ഞില്ല കേട്ടോ. എനിക്കൊരു മറുപടി, രസമുള്ളൊരു മറുപടി കിട്ടിയത് ഒരു വയോജന സംഗമം പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ പറഞ്ഞു, ഒരു സാവിത്രി ടീച്ചർ പറഞ്ഞു, നൂല് കെട്ടുന്നതിൻ്റെ അർത്ഥം ആരും പറഞ്ഞു തന്നില്ല. ഇല്ല, എന്നാ എനിക്ക് തോന്നുന്ന ഒരു അർത്ഥം പറഞ്ഞുതരാം. എന്താ? കുഞ്ഞിനെ ആരാ ഗർഭം ധരിക്കുന്ന? അമ്മ മാത്രമല്ലേ? പ്രസവിക്കുന്നതും അമ്മ മാത്രം, മുലയൂട്ടുന്നതും അമ്മ മാത്രം, കുളിപ്പിക്കുന്നതും അമ്മ മാത്രം, എല്ലാം അമ്മേൻ്റെ കസ്റ്റഡിയിൽ. അച്ഛൻ്റെ കൂടിയല്ലേ കുട്ടി. അപ്പൊ അച്ഛനൊരു പ്രയാസവും പരാതിയും വേണ്ടാന്ന് വിചാരിച്ചിട്ട് 28-ാമത്തെ ദിവസം കുട്ടീനെ പാർട്ടീഷൻ ചെയ്ത് 2ആക്കി നടുക്കൊരതിരിടുന്ന, പകുതി അച്ഛന് പകുതി അമ്മക്ക്. അതിനായി അരയില നൂല് കെട്ടുന്നത്. ടീച്ചർ പറഞ്ഞ മറുപടി കേട്ടോ. ഇങ്ങനെയാണോ? അല്ല. ഈ നൂല് കെട്ടുന്നതിന്റെ പിറകിൽ ഒരർത്ഥമുണ്ട്, അറിയണം. നൂല് സംസ്കാരത്തിന്റെ പ്രതീകമാ. എന്താ? എന്റെ ജീവിതമാകുന്ന നൂല് ഞാൻ പിരിച്ചതാണോ? എന്റെ അച്ഛൻ വന്നപ്പാലം നാരായണക്കുറുപ്പ് പിരിച്ചതിന്റെ ബാക്കിയാ ഞാൻ പിരിച്ച്. ഓരച്ഛൻ എടവന നാരായണ നമ്പ്യാർ പിരിച്ചതിന്റെ ബാക്കി എന്റെ അച്ഛൻ പിരിച്ച്. ഓരേ അച്ഛൻ തോലമ്പ്ര പൈതൽ നമ്പ്യാർ പിരിച്ചതിന്റെ ബാക്കി എന്റെ അച്ചാച്ചൻ പിരിച്ച്. ഓരേ അച്ഛൻ കോളാരി കേളപ്പൻ നമ്പ്യാർ പിരിച്ചതിന്റെ ബാക്കി എന്റെ അച്ചാച്ചന്റെ അച്ഛൻ പിരിച്ച്. ഇത്രയാളെ പേര് എനിക്കറിയാം, കണ്ടിട്ടില്ല ഞാൻ. പക്ഷെ അച്ചാച്ചനോട് ചോദിച്ചിട്ട് അച്ചാച്ചന്റെ അച്ഛമ്മേന്റെ എല്ലാ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചോ, പിന്നെ നിങ്ങൾ മരിച്ചാൽ പിന്നെ അവരുടെ പേര് ആര് പറയൂ? അതുകൊണ്ട് ഒരു നല്ല ഡയറിയിൽ എല്ലാ കുടുംബത്തിൽ അറിയുന്ന ആളെ പേര് എഴുതി വെച്ചിട്ട് മക്കൾക്ക് കൈമാറുന്ന നല്ല കേട്ടോ. എവിടെ നിന്നോ വന്നു ഞാനെന്ന് അറിയണ്ടേ കുട്ടികൾ? എന്നാലേ എവിടേക്കോ പോണു ഞാനെന്ന് അറിവുണ്ടാവും. മനസ്സിലായോ? അപ്പൊ തലമുറ പിരിച്ചുണ്ടാക്കുന്നതാണ് നമ്മുടെ സംസ്കാരം. അപ്പൊ നൂല് പോലെയ സംസ്കാരം. ആ സംസ്കാരത്തിന്റെ നൂല് കൊണ്ട് ശരീരത്തിനെ പിടിച്ചു കെട്ടിയ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നു. അന്ന് മുതൽ കുട്ടിയോട് പറയാ, നീ കണ്ടെടുത്ത് പോയി ഉറങ്ങരുത്, കണ്ടെടുത്ത് പോയി തിന്നരുത്, കണ്ടെടുത്ത് പോയി വിസർജിക്കരുത്, കണ്ട ആളോടൊത്ത് ഇണചേരരുത്. ഈ ശരീരത്തെ പിടിച്ചു കെട്ടി ആ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്ത് സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുക. ഇതാ രക്ഷകർത്തൃത്വം. ഇത് ചെയ്യാത്ത കൊണ്ട് നമ്മളെ കുട്ടികൾ ലഹരിക്ക് അടിമയാവുന്നത്. നിങ്ങൾ ഇത് ചെയ്യലുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഒരു കവിത ചൊല്ലുവോ? ഒരു കഥ പറയോ? നിങ്ങളുടെ കുട്ടികൾ ലഹരിക്ക് അടിമയാകാൻ സാധ്യതാ ലിസ്റ്റിൽ പെടുമോന്ന്? നിങ്ങളുടെ കുട്ടികൾ ലഹരിക്ക് അടിമയാകാനുള്ള സാധ്യതാ ലിസ്റ്റിൽ പെടുമോന്ന് ഞാൻ 3 ചോദ്യം കൊണ്ട് ഉത്തരം പറഞ്ഞുതരാം. 3 ചോദ്യം. 1, സുനിത വില്യംസ് ബഹിരാകാശ യാത്രയിൽ അവിടെ കുടുങ്ങിപ്പോയി 9 മാസം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയില്ലേ? അതിന്റെ വാർത്തകൾ പത്രത്തിലെല്ലാം വന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളോടൊത്തിട്ട് ഈ വാർത്തയെക്കുറിച്ച് ഒരു ചർച്ച നടത്തി എത്ര ആളുണ്ട് വീട്ടിൽ നിന്ന്? ഒന്ന് കൈവക്കിയ. ഒരു 5-6 ആളാ ചർച്ച നടത്തിയ. നിങ്ങൾ എന്താ ചർച്ച നടത്തുന്നത്? രണ്ടാമത്തെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ക്ലോസറ്റ് കണി കാണുന്നതിന് പകരം പ്രഭാതത്തെ കണി കാണുന്ന വീടെത്രയുണ്ട്? ആ വീട്ടുകാരിലെ കുട്ടികൾക്ക് ലഹരിക്ക് അടിമയാകാനുള്ള സാധ്യത കുറയും. അവൻ പ്രകൃതിയുടെ സൗന്ദര്യ ലഹരി ആസ്വദിക്കും. 3-ാമത്തെ ചോദ്യം, ബിരിയാണി പുഴുങ്ങിയിട്ടും പാർസൽ വാങ്ങിയിട്ട് ഹോട്ടലിൽ പോയിട്ടും ബിരിയാണി വാങ്ങി കൊടുക്കും. എന്നാൽ കാസർഗോഡ് ഏച്ചിക്കാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു സന്തോഷുണ്ട്. ആ സന്തോഷ് ഉണ്ടാക്കിയ ഒരു ബിരിയാണി ഉണ്ട്. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ബിരിയാണി ആ ബിരിയാണിയാണ്. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടവരുന്ന് കൈവക്ക്. 1, 2 ആളാ കണ്ടത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച കഥയാണ് ബിരിയാണി എന്ന് പറഞ്ഞ കഥ. ആ കഥ വായിച്ച ഒരു കുട്ടിയും ഒരു വറ്റ് ദൂർത്തടിക്കില്ല. ഓണത്തിനും വിഷുവിനും പിറന്നാളിനും വിവാഹ വാർഷികത്തിനും നെയ്പായസം വെക്കൂലേ? എന്നാൽ മാധവിക്കുട്ടിയുടെ നെയ്പായസം ആസ്വദിച്ച എത്ര പേരുണ്ട്? ഒന്ന് കൈവെക്കൂ. അത് കുറച്ചും കൂടി ആളുണ്ട്. മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന് പറയുന്ന കഥ വായിച്ച ഒരു കുട്ടിയും തന്റെ അമ്മയെ വൃദ്ധമന്ദിരത്തെ കൊണ്ട് തള്ളില്ല. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പ്രസംഗിക്കാൻ ഞാൻ പോയിരുന്നു.
അവിടെ കുറെ അനാഥരായിരിക്കുന്ന വയോജനങ്ങൾ കണ്ടു ഞാൻ. പലരും ദൂരദേശത്ത് നിന്ന് നടതള്ളിപ്പോയതാണെന്ന് പറഞ്ഞു. നെയ്പായസം എന്ന കഥ വായിച്ച ഒരാൾക്കും കഴിയില്ല, ഒരു കുട്ടിക്കും കഴിയില്ല തൻ്റെ അമ്മയെ വൃദ്ധമന്ദിരത്തിൽ തള്ളാൻ. എന്താ മാതാവെന്ന് കുട്ടി ഫീൽ ചെയ്യും. നമ്മുടെ ശരീരത്തെ വളർത്തലല്ല പരശുരാമന് ശേഷം ശ്രീരാമന്റെ കഥ എന്താ? അതുവരെ ശരീരത്തിന് ഇഷ്ടം പോലെ ഇണചേരാം. ഒരു പെണ്ണിന് എത്രയും ഭർത്താക്കന്മാരാവാം, ഒരു ഭർത്താവിന് എത്രയും ഭാര്യമാരും ആകാം. അതിൽ നിന്ന് ദശരഥനിലേക്ക് എത്തുമ്പോ മൂന്നായി ചുരുങ്ങി. കൗസല്യ, കൈകേയി, സുമിത്ര മാത്രമായി. രാമനിലെത്തുമ്പോഴേക്ക് ഒരേ ഒരു ഭാര്യ. അഗ്നിസാക്ഷിയായി പാണിഗ്രഹം ചെയ്തിരിക്കുന്ന ആ ഭാര്യയെ, ആ പെണ്ണിനെ 10 തലയുള്ളവൻ വന്ന് മോട്ടിച്ച് കടലിന്റെ അപ്പുറത്ത് കൊണ്ടുപോയി. ഒരു വിവരമില്ല എങ്ങോട്ടാ കൊണ്ടുപോയി, ഒരു വിവരമില്ല. എന്താ രാമൻ ചെയ്യേണ്ടത്? ഒരു വിവരമില്ല. എന്താ ഇപ്പൊ ഇനി പോട്ടെ. രാമൻ സുന്ദര കളയബരനാണ്, രാജകുമാരനാണ്. ഒന്ന് മാട്രിമോണിയിൽ കൊടുത്ത 100 കണക്കിന് പ്രപ്പോസൽ അന്ന് രാമന് കിട്ടൂല്ലേ? വേറെ നോക്കിയോ? താൻ വിവാഹം കഴിച്ചിരിക്കുന്ന പെണ്ണിനെ കടൽ കടന്നു പോയി 10 തലയുള്ളവനെ കൊന്നിട്ടും തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുന്ന വൈവാഹിക ബന്ധത്തിന്റെ മൂല്യം ഇപ്പൊ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം പറഞ്ഞ് പോവുക, പിടിച്ചോ ഡൈവോഴ്സ് എന്ന് പറയുന്നതല്ല. വിവാഹമെന്ന് പറയുന്നത് കേവലം 2 ശരീരങ്ങൾ ചേരാൻ ആദ്യ രാത്രിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല. 2 വികാരങ്ങൾ, 2 സംസ്കാരങ്ങൾ ചേരല. ഹൃദയത്തിന്റെ പ്രതീകമാണ് താലി. ആലിലത്താലിയൊന്നുമല്ല, ഹൃദയമാണ്. 2 ഹൃദയങ്ങളെ കൂട്ടിച്ചേർക്കുകയാ. നമ്മളെ 2 ഹൃദയം പിടിച്ച് ചേർത്താ ചത്തുവല്ലോ. അതുകൊണ്ട് ഭർത്താവിന്റെ ഹൃദയം പൊന്നു കൊണ്ടുണ്ടാക്കിയിട്ട് എന്റെ പൊന്നു പോലത്തെ ഹൃദയം നിന്റെ പൊന്നു പോലത്തെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നു. അതാ താലി കെട്ടല്. താലി ഭാര്യയുടെ ഹൃദയത്തിന്റെ നേരെയാ വേണ്ട. ഇതിന്റെ അർത്ഥം അറിയാത്ത പൊട്ടന്മാരാണ് വലിയ മാലയമൊക്കെ കൊണ്ട് താലി ഓർക്കുന്നത്, വലിയ മാലയിൽ താലി ഓർക്കുന്നത്. വലിയ മാലയമൊക്കെ ഓർക്കും. നിങ്ങൾ വീട്ടിൽ പോയി കണ്ണാടി നോക്കൂ. പല ഭർത്താക്കന്മാരുടെ ഹൃദയം ഭാര്യയുടെ ഹൃദയത്തുമല്ലല്ലോ, ഉദരത്തുമല്ല ഉള്ളത്. അറിയണം ആ വിവാഹബന്ധത്തിന്റെ മൂല്യം. അതാണ് രാമായണം നമ്മളോട് പറയുന്നത്. സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ മൂല്യം ലോകത്തോട് ഉദ്ഘോഷിച്ച കൊല്ലരുതെന്ന ആഹ്വാനം. അതുവരെ കാട്ടാളന്മാരായി നടന്നിട്ട് കൊന്നു തിന്നിരുന്ന മനുഷ്യനോട് കൊല്ലരുതെന്ന് പറഞ്ഞ് ക്രൗഞ്ചപക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തുന്ന ദുഃഖം, ശോകമാണ് ശ്ലോകമായത്. ആ ശ്ലോകമാണ് മാ നിഷാദ പ്രതിഷ്ഠാത്വമഗമ ശാശ്വതി സമ. അതാണ് കാവ്യമായി മാറിയത്. അതാ രാമായണം. കൊല്ലരുത്. ഇപ്പോഴും കൊല്ലുന്നില്ലേ? വയനാട്ടില് എൻ്റെ വീട്ടിൽ നിന്ന് 37 കിലോമീറ്റർ പോയാൽ മാനന്തവാടി എത്തും. അവിടെ തലപ്പുഴയിൽ കാപ്പിക്കുരു പെറുക്കാൻ വേണ്ടി പോയിരിക്കുന്ന ഒരു സ്ത്രീ, ഒരു ആദിവാസി സ്ത്രീയെ ഒരു കടുവ കൊന്ന് തിന്നു കളഞ്ഞു. ഭയങ്കര കുഴപ്പമായിരുന്നു അവിടെ ഹർത്താല്. ഈ കടുവയ്ക്ക് പച്ചക്കറി തിന്നാൻ പറ്റില്ല, വെണ്ടക്കയും ഉരുളക്കിഴങ്ങും തിന്നാൻ പറ്റില്ല. അതിന് ഇറച്ചിയെ പറ്റൂ. അതിനാണ് കൂർത്ത നഖങ്ങളും കൂർത്ത പല്ലുകളും കൊടുത്തത്. അതിന് കാട്ടിലെ മുയലും കാട്ടിലെ മാന്യെ തിന്നാൻ പാടുള്ളൂ. നാട്ടിലെ പശുവിനെയും നാട്ടിലെ ആടിനെയും തിന്നരുതെന്ന് അറിയോ? അതിന് നാട്ടിലേതാ കാടിലേതാന്ന് അതിനറിയില്ല. അതൊരു ദിവസം രാധയെ കണ്ടു. രാധയെ കണ്ടപ്പോ ഇത് റേഷൻ കാർഡിൽ പേരുള്ള, വോട്ടർ പട്ടികയിൽ പേരുള്ള, സ്കൂളിൽ പോയി പഠിച്ച, അമ്പലത്തിൽ പോയി തൊഴുന്ന സ്ത്രീയാണ്. ഇവരെ തിന്നണ്ടെന്ന് അറിയോ കടുവക്ക്? മാംസമുള്ള ഏതിനെയും അത് പിടിച്ചു തിന്നും. അത് തിന്നാൻ വേണ്ടി കൊന്നതാ. അതിന്റെ പേരിൽ ഹർത്താൽ. 2024 വന്യമൃഗങ്ങളിൽ കൊല ചെയ്യപ്പെട്ട മൃഗങ്ങൾ എത്ര, മനുഷ്യരെത്ര? ഞാൻ കണക്കെടുത്ത് നോക്കുമ്പോൾ 68 പേര് ഒറ്റ കൊല്ലം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ തലയെ കൈവച്ചു പോയി. എൻ്റെ അമ്മ ഇത്രയും വന്യമൃഗങ്ങൾ കൊന്നോ? ആന കൊന്നതത്ര, പോത്ത് കൊന്നതത്ര, കടുവ കൊന്നതത്ര എന്ന് കണക്കെടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൽ 48 പേരും മരിച്ചത് പാമ്പ് കടിയേറ്റിട്ടും തേനീച്ചയും കടന്നലീച്ചയും കുത്തിയിട്ടുമാണ്. 48. 20 ആളെ മാത്രമേ ആനയും കടുവയും കാട്ടുപോത്തും പുലിയും കരടിയും കൂടി കൊന്നിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ വീണ്ടും ഒരു കണക്കെടുത്ത് നോക്കി. ഈ കേരളത്തിൽ 2024 മനുഷ്യമൃഗങ്ങൾ കൊന്നതത്ര 311 ആളെ കൊന്നിട്ടുണ്ട്. 311 ആളെ മനുഷ്യമൃഗങ്ങൾ കൊന്നിട്ടുണ്ട്. ആരെ? ഏതാ മനുഷ്യന്? 2 പട്ടിക്കുട്ടിക്ക് ഒരിറച്ചി കഷ്ണം കിട്ടിയാൽ പകുതി മുറിച്ച് നീ എടുത്തോ, പകുതി എനിക്ക് തന്നേക്കൂ എന്ന് പറയാൻ ഭാഷയില്ല, വാക്കുകളില്ല. അതിന് കടി കൂടിയിട്ട് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, കയ്യൂക്കുള്ള കാര്യക്കാരൻ കൊണ്ടുപോകും.
നമുക്ക് ഭാഷയുണ്ട്. സ്നേഹഗായികേ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും, ആനന്ദ ഗാനോത്സവമെന്നു തുടങ്ങും. നിൻ പ്രേമപൂജതൻ നിർവൃതി പുഷ്പങ്ങൾ നിത്യവും ഞാനണിയും, നിൻരാഗം താനം പല്ലവി കേട്ടൻ പൊന്നമ്പലമുണരും, മനസാം പൊന്നമ്പലമുണരും എന്ന് പാടാനറിയാം. കടുവക്കും പൂച്ചക്കും പട്ടിക്കും അറിയില്ല. എന്നിട്ട് ഈ മനുഷ്യൻ 311 കൊന്നോ? ഈ കടുവ കൊന്നത്, ആന കൊന്നത് 20 മാത്രം. പാരാമൃഗം. ഈ ഭൂമണ്ഡലത്തിൽ 2024 1,14,000 കൊലപാതകങ്ങൾ മനുഷ്യർ കൊന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒറ്റ കൊല്ലം മനുഷ്യരെ കൊന്നതിന്റെ കണക്ക് 1,14,000. അതിൽ കുറെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിലാണ്, കുറെ ഇസ്രായേൽ ഗാസ പാലസ്തീൻ യുദ്ധത്തിലാണ്. എന്നിട്ട് മനുഷ്യനാന്ന് പറഞ്ഞ് നടക്കുക. നമ്മുടെ ശരീരത്തിന്റെ ചോദനകൾ നിയന്ത്രിക്കണം. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം. ദശരഥൻ യുദ്ധത്തിന് പോകുമ്പോ കൈകേയി തേർത്തട്ടിൽ ഇരുന്നിട്ട് ചക്രത്തിന്റെ ആണി ഊരിപ്പോയപ്പോ വിരൽ വെച്ച് സഹായിച്ചതിന് 2 വരം തരാന്ന് പറഞ്ഞു. കൈകേയി പറഞ്ഞത് അക്കൗണ്ടിലിട്ടെ, ഞാൻ ആവശ്യമുള്ളപ്പോൾ എടുത്തോളാം. രാമനെ അഭിഷേകം ചെയ്യുന്നതിന്റെ തലേ ദിവസം കൈകേയി അന്ന് കൊടുത്ത അക്കൗണ്ടിലെ വരം പലിശയും കൂട്ടുപലിശയും അടക്കം ഇപ്പൊ വേണമെന്ന് പറഞ്ഞു. ഇതാ ഭാര്യക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചാൽ പിന്നേക്ക് വെക്കാതെ അപ്പൊ തന്നെ കൊടുത്ത് തീരുമാനാക്കിയേക്കണം. പിന്നേക്ക് വെച്ചാൽ പിന്നെ പ്രശ്നമാണ്. അങ്ങനെ ഇത് കേട്ട ഉടനെ ദശരഥൻ ബോധം കെട്ട് വീണു. പിന്നെ ബോധം വന്നപ്പോ രാമന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. രാമനോട് പറഞ്ഞു, ദശരഥൻ മരിച്ചാലും സത്യം മരിക്കരുത്. എനിക്ക് കൈകേയിയുടെ വാക്കുകൾ നിഷേധിക്കാം, കൈകേയിക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ സത്യം മരിച്ചു പോകും. അതുകൊണ്ട് എനിക്ക് ഈ വാക്ക് പാലിച്ചേ തീരൂ. പക്ഷേ നിനക്കൊരു കാര്യം ചെയ്യാം രാമ, ഞാൻ നിസ്സഹായനാണെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് എന്നെ കാരാഗൃഹത്തിലടക്ക്, എന്നിട്ട് നീ അഭിഷേകം നടത്തണം രാമ. ആ സമയത്ത് രാമൻ പറഞ്ഞു, അച്ഛാ 3 തരം മക്കളുണ്ട്. ഒന്ന് താതകാര്യമനാജ്ഞപ്തമാകിലും മോദേന ചെയ്യുന്ന പുരുഷനുത്തമൻ. അച്ഛന്റെ മനസ്സിലുള്ള കാര്യം അനാജ്ഞപ്തം, ആജ്ഞാപിക്കാതെ അച്ഛന്റെ മനസ്സറിഞ്ഞു ചെയ്യുന്ന മകനാണ് ഉത്തമ മകൻ, ഉത്തമ പുത്രൻ. താതൻ നിയോഗത്താൽ ചെയ്തടങ്ങുന്നവൻ മധ്യമപുത്രൻ എന്നറിഞ്ഞാലും അച്ഛൻ പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമനാണ്. 3 അച്ഛൻ പറഞ്ഞിട്ടും ഇക്കാര്യം എന്നാലെ കർത്തവ്യമല്ലെന്ന് വെച്ചടങ്ങുന്നവൻ. എനിക്കിത് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നവൻ ആരാ? അധമൻ അല്ലേ? പറഞ്ഞാതെ ചെയ്യുന്നവൻ ഉത്തമൻ, പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമൻ, പറഞ്ഞിട്ട് ചെയ്യാത്തവൻ അധമൻ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ല, രാമായണവും രാമനും പറയുന്നത് പിത്രോർ മലമെന്നു ചൊല്ലുന്നു സത്തുക്കൾ. അത് പിതാവിന്റെ മകനല്ല, മലമാണെന്നാ. നിങ്ങളുടെ എല്ലാം വീട്ടിൽ എത്ര മലമുണ്ടെന്നൊരു കണക്ക് എടുക്കണം കേട്ടോ. അച്ഛൻ പറഞ്ഞിട്ട് കേൾക്കാത്ത മക്കൾ മലമാണ്. ഭാര്യയും അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള ബന്ധം എന്താ? രാമനോട് മാത്രമേ കാട്ടിൽ പോകാൻ പറഞ്ഞിട്ടുള്ളൂ, ലക്ഷ്മണന് പോകേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ രാമനും സീതയ്ക്കും കാവലാളായ ലക്ഷ്മണൻ ആദ്യത്തെ വളണ്ടിയർ ലക്ഷ്മണനാ. സ്വയം സന്നദ്ധ സേവനകനായിട്ട് കാട്ടിൽ പോയി. ആ ലക്ഷ്മണന്റെ സാന്നിധ്യമാണ് രാമനും സീതയ്ക്കും കാടൊരു മധുവിധുവായത്. കൊട്ടാരത്തിൽ ഒരിക്കലും രാമനും സീതയ്ക്കും സ്വസ്ഥതയുണ്ടായിരുന്നില്ല. പാരയോട് പാരയായിരുന്നു. കാട്ടിലാണവർ. കാനനത്തിൽ ശരത്കാലച്ചാരുഭംഗികൾ നോക്കിയും കായും കനികളും പൂവും തളിരും തേടിയോടിയും ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും ഹന്തസുന്ദരി ഉല്ലസിച്ചാളങ്ങുമണ്ടുമൊരു പൂമ്പാറ്റ പോലവൾ. പാറിപ്പടന്ന് നടന്നു പൂമ്പാറ്റ പോലെ ഈ ലക്ഷ്മണന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. അതാണ് ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള ബന്ധം, അമ്മയും മകനും തമ്മിലുള്ള ബന്ധം. ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകുമ്പോ സുമിത്രയുടെ അനുഗ്രഹം വാങ്ങാൻ പോകുന്നു. ഇന്നാണെങ്കിൽ എന്താ പറയാ അമ്മമാര്? നീ പോന്നൊക്കെ ശരി, നിന്റെ തടി രക്ഷിച്ചോളണോ, ജ്യേഷ്ഠനാന്ന് പറഞ്ഞ് വീണ് മരിക്കണ്ട, എന്തെങ്കിലും പ്രയാസമുണ്ട് അപ്പ ഇങ്ങോട്ട് പോരി കേട്ടോ എന്നൊന്നും അല്ല അമ്മ പറഞ്ഞത്. നീ കാട്ടിലെത്തിയാൽ രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജം അയോധ്യാമടവിം വിദ്ധിം ഗച്ഛതാദ യഥാസുഖം. കാട്ടിലെത്തിയാൽ അച്ഛന് തുല്യനായിട്ട് രാമനെ കാണണം, അമ്മയായിട്ട് സീതയെ കാണണം, കാടിനെ അയോധ്യയായി കാണണം. മകനെ സുഖമായി പോയി വരൂ. തന്റെ ജ്യേഷ്ഠ ഭാര്യ അമ്മയായിട്ട് കണ്ടോ ലക്ഷ്മണൻ?
സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോയി രാവണൻ. പോകുമ്പോൾ ആകാശത്തുനിന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങൾ സീത ഒരു ഉത്തരീയത്തിൽ ചുരുട്ടിയിട്ട് കുരങ്ങന്മാരുടെ ഇടയിൽ ഇട്ടു കൊടുക്കുന്നുണ്ട്. ഈ ആഭരണങ്ങൾ കൊട്ടാരത്തുനിന്ന് സീത കൊണ്ടുപോയതല്ല. രാമായണത്തിൽ ഒരു ഉജ്ജ്വല മുഹൂർത്തമുണ്ട്. വൈലോപ്പള്ളി ശ്രീധരമേനോൻ പറഞ്ഞ ഉജ്ജ്വല മുഹൂർത്തം. തന്റെ ഭാര്യയെ, തന്റെ മകളെ വിവാഹപ്പന്തലിൽ ഇറക്കുന്ന ഒരു അമ്മയ്ക്ക് കിട്ടുന്ന അനുഭൂതി കിട്ടാൻ വേണ്ടി 10,000 വർഷം തപസ് ചെയ്ത മഹാതപസ്വിനിയായിരിക്കുന്ന അനസൂയാദേവി രാമനും സീതയും ലക്ഷ്മണനും ആശ്രമത്തിൽ വന്നപ്പോ സീതയെ അകത്ത് വിളിച്ചു കൊണ്ടുപോയിട്ട് അവൾ തനിക്ക് കിട്ടിയ തപസ്സാഫല്യമായിരിക്കുന്ന അംഗരാഗങ്ങൾ, മാലകൾ, ആടകൾ, പണ്ടങ്ങളെല്ലാം സീതയെ അണിയിച്ചുകൊണ്ട് ശ്രീരാമന്റെ അടുത്തേക്ക് വിവാഹപ്പന്തലിൽ ഇറക്കും പോലെ ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. ഉജ്ജ്വല മുഹൂർത്തം. അന്ന് കിട്ടിയ ആഭരണം മുഴുവൻ ഉത്തരീയത്തിൽ പൊതിഞ്ഞിട്ട് ഒരു ഒരു പർവ്വതത്തിന്റെ മുകളിലുള്ള വാനരന്മാരുടെ ഇടയിലേക്ക് ഇട്ടു. രാമനും ലക്ഷ്മണനും സീതാന്വേഷണത്തിനായി പോകുമ്പോൾ ഋഷ്യമൂകാചലത്തിൽ വെച്ച് ഈ വാനരന്മാരെ കണ്ടു. സുഗ്രീവൻ, ഹനുമാൻ, ജാംബവാൻ. അവര് പറഞ്ഞു, ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിട്ട ഒരു ആഭരണ കിഴിയുണ്ട്, ഇത് നോക്കൂ, ഇത് നിങ്ങളുടെ സീതയുടേതാണോ? സീതേ എന്ന് പറഞ്ഞിട്ട് രാമൻ പൊട്ടിക്കരയുന്നു. ഈ ആഭരണങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളും എന്റെ സീതയെ ഉപേക്ഷിച്ചോ? കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാതെ ലക്ഷ്മണനോട് ചോദിച്ചു, ലക്ഷ്മണ നോക്കൂ, നിന്റെ ജ്യേഷ്ഠത്തിയുടെ വളകളല്ലേ ഇത്? എനക്കറിയില്ല ജ്യേഷ്ഠ. അറിയില്ലേ? മാല അറിയില്ല, മോതിരം അറിയില്ല, കമ്മല് അറിയില്ല. അവസാനം പാദസരം, കൊലുസ് കാണിച്ചപ്പോ ലക്ഷ്മണൻ പറഞ്ഞു, ആ പാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് നമസ്കരിക്കുമ്പോൾ ഞാൻ ആ പാദസരം കണ്ടിട്ടുണ്ട്, ഇത് ജ്യേഷ്ഠത്തിയുടെ തന്നെ. അത്ര പോലും ജ്യേഷ്ഠത്തിയുടെ ആഭരണങ്ങൾ ഒരു നോക്കുപോലും നോക്കാത്ത പുണ്യശ്ലോകനായിരിക്കുന്ന അനുജൻ മൂല്യബോധത്തിന്റെ പ്രതീകമാ. അനുജന്റെ ഭാര്യയോട് ജ്യേഷ്ഠൻ കാണിച്ചതോ? രാമായണത്തെക്കുറിച്ച് ശ്രീകണ്ഠൻ നായർ എഴുതിയ നാടകത്രയങ്ങളുണ്ട് 3. ആ നാടകത്രയത്തിൽ ഒരു നാടകം കാണുമ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞൊരു രംഗമുണ്ട്. ലങ്കയിൽ നിന്ന് സീതയെ വീണ്ടെടുത്ത് കൊട്ടാരത്തിലെത്തിയിട്ട് രാത്രിയിൽ എല്ലാവരും ക്ഷീണത്താൽ, ആലസ്യത്താൽ മയങ്ങുമ്പോൾ രാമൻ ഒറ്റയ്ക്ക് പോവുകയാണ്. ലക്ഷ്മണന്റെ ഭാര്യ ഉർമിള ഉറങ്ങുന്ന അന്തപുരത്തിലേക്ക്. അവിടെ പോയിട്ട് ആ ഉർമിളാദേവിയുടെ പാദങ്ങൾ സ്പർശിച്ചിട്ട് രാമൻ പറയുന്നു, എന്റെ കൂടെ സീതയുണ്ട്, സീതയുടെ കൂടെ ഞാനുമുണ്ട്. എന്നാ തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് 14 സംവത്സരം ഭർത്താവ് ഉണ്ടോ ഉറങ്ങിയോ എന്നറിയില്ല. കാട്ടുതീയിൽപ്പെട്ട് വെന്തുപോയോ, മൃഗങ്ങൾ പിടിച്ച് ഭക്ഷണമാക്കിയോ, രാക്ഷസന്മാർ വിഴുങ്ങിക്കളഞ്ഞോ, സർപ്പദംശനമേറ്റ് മരിച്ചോ, ഒന്നും അറിയാതെ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് 3-ാമത്തെ ദിവസം വീഡിയോ കോൾ ചെയ്തിട്ടില്ല. ഭാര്യന്റെ കുഴപ്പമെന്താ? ഇതൊരു വിവരമില്ലാതെ 14 വർഷം ഭർത്താവിനെയും സ്മരിച്ച് ഭർത്തമാതാക്കളെയും ശുശ്രൂഷിച്ച് ജീവിച്ച 14 വർഷം സഹിച്ച പ്രിയപ്പെട്ട മോളെ, നിന്റെ ജീവിതത്തിന്റെ മഹാത്യാഗമാണ് മോളെ ഈ രാമന്റെ വിജയമെന്ന് പറഞ്ഞ് കരയുന്ന രാമനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മൂല്യബോധത്തിന്റെ കാവ്യമാണ് രാമായണം. അറിയണം, അന്നത്തെ പ്രാകൃതാവസ്ഥയിൽ നിന്ന് മാനവികാവസ്ഥയിലേക്കുള്ള മാറ്റത്തിന്റെ കഥയാണത്. അടുത്ത അവതാരം ബലരാമനാണ്, അല്ലേ? ഹലായുധൻ. എന്താ വേദാന്തം പ്രസംഗിച്ച പോരാ, ഗോതമ്പ കൃഷി ചെയ്യണോ? കലപ്പയായുധമാക്കിയവൻ അമ്പാടിയിൽ കാളിന്തി നദിയിൽ അണകെട്ടിയിട്ട് കലപ്പ കൊണ്ട് ചാല് കീറി, കനാല് കീറിയിട്ട് അമ്പാടിയിലേക്ക് വെള്ളമിറക്കി കൃഷി ചെയ്ത ആദ്യത്തെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി ബേബി ജോണല്ല, ബലരാമനാ. മനസ്സിലായോ? ബലരാമനാ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി. പണ്ടൊരു ആട്ടിടയൻ തപസ് ചെയ്ത പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ? ആട്ടിടയൻ തപസ്സു ചെയ്തു, ചെമ്പക പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണ അവനു നൽകി. ഇന്നാണെങ്കിൽ ആപ്പിൾ ഫോൺ നൽകി എന്ന് പറഞ്ഞാൽ മതി. തങ്ക സ്വപ്ന ശതങ്ങളാം തന്ത്രികൾ കെട്ടി അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ ചായം പൂരട്ടി ആർത്തലയ്ക്കും ഹൃദയത്തിൽ തുളുമ്പിയ രാഗങ്ങൾ രാത്രിയും പകലും അവൻ വീണയിൽ മീട്ടി. ഇപ്പൊ കുട്ടികൾ രാത്രിയും പകലും വീണയിൽ മീട്ടലല്ലേ? ആ മധുര സംഗീതത്തിൻ ലഹരിയാലെ സ്വന്തം ഭൂമി ദേവിയെ പാവം മറന്നുപോയി.
ശ്യാമളമാം ഭൂമിയാകെ പാഴ്മരുവായി മാറിപ്പോയി. പാവമപ്പോൾ പശിയാലെ പാട്ടു നിർത്തി. വിശന്നപ്പോ പാട്ട് നിർത്തി, ഭൂമി മരുഭൂമിയായി. കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയൂന്നി, സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി. എന്നുമെന്നും സമൃദ്ധീതൻ പൊന്മണികൾ വിളയിക്കാൻ മന്നിതിൻ്റെ മകനായിട്ടവനിറങ്ങി. പണിയെടുക്കണം. കുട്ടികളോട് പറയണ, കമ്പ്യൂട്ടറിന്റെ മുമ്പ് പോയിരുന്നിട്ട് www.com എന്ന് അടിച്ചാൽ മസാല ദോശ ഡൗൺലോഡ് ആവില്ല. തിന്നണ്ടേ? തിന്നണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ചോറുണ്ടാക്കാൻ പറ്റില്ല. അതിന് മണ്ണിൽ പണിയെടുക്കണം. അതാണ് ബലരാമന്റെ സന്ദേശം. അടുത്തത് സൗന്ദര്യബോധത്തിന്റെ ശ്രീകൃഷ്ണൻ. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലളി. ആർദ്രതയില്ലെങ്കിൽ മനുഷ്യൻ എന്തിനു കൊള്ളും? ഈ ആർദ്രതയില്ലായ്മയാണ് ജീവിതത്തിന്റെ ലഹരി എന്താണെന്നറിയാതെ ഭക്ഷണത്തിന്റെ ലഹരി മാത്രം അറിയുന്ന കുട്ടികൾ. ഭക്ഷണത്തിന് വിശപ്പുണ്ടെങ്കിലേ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ വിശപ്പില്ലല്ലോ. പണ്ട് ഒന്നാം LP സ്കൂളിൽ പഠിക്കുമ്പോൾ തിന്ന ഉപ്പുമാവിന്റെ ടേസ്റ്റ് ഇതുവരെ ഒരു ഉപ്പുമാവിനും കിട്ടിയിട്ടില്ല. കാരണം അന്ന് വിശപ്പുണ്ടായിരുന്നു. ഇന്ന് കുട്ടികൾ പുതിയ പുതിയ ഹോട്ടലുകൾ, പുതിയ പുതിയ തട്ടുകടകൾ തേടി ഓടുക. കാരണം ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അന്വേഷിച്ചിട്ട്. പക്ഷേ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യാൻ നോക്കുക. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കണക്കുണ്ടായിരുന്നു, എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക. ഒരുത്ത കോപ്പി അടിക്കുമ്പോൾ മാഷ് പിടിച്ചപ്പോൾ മാഷോട് പറഞ്ഞു, ഇതാ ഏറ്റവും എളുപ്പവഴി. അതുപോലെ ഈ ശരീരത്തിനെ തൃപ്തിപ്പെടുത്താൻ മസാലകളും ഭക്ഷണങ്ങളും ഇറച്ചിയും മീനൊന്നും പോരാ. ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ എളുപ്പവഴി പദാർത്ഥമാണ് ശരീരം. പദാർത്ഥത്തെ തൃപ്തിപ്പെടുത്താൻ ന ഭുജ്യതേ വ്യാകരണം ക്ഷുത്താതുരേ വിഭാസിതോ കാവ്യരസോനാ പീയതേ. വിശക്കുന്നവന് വ്യാകരണം വിശപ്പ് മാറ്റുന്നില്ല, ദാഹിക്കുന്നവന് കാവ്യരസം ദാഹം മാറ്റുന്നില്ല. അപ്പോ ശരീരം പദാർത്ഥമാണ്. പദാർത്ഥത്തെ തൃപ്തിപ്പെടുത്താൻ പദാർത്ഥത്തിന്റെ 3 അവസ്ഥകൾ തേടുന്നു. എന്താ പദാർത്ഥത്തിന്റെ 3 അവസ്ഥ? ഖരം, ദ്രാവകം, ബാധകം. ഖരം MDMA, ദ്രാവകം മദ്യം, ബാധകം പുക, കഞ്ചാവിന്റെ പിടികിട്ടിയ. എന്താ കുട്ടികള് ലഹരിക്കടിമയാവുന്നത്? പുഷ്പങ്ങൾ കോർത്ത് തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ ഒരു പൂജയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടാനാ നമ്മൾ മനുഷ്യരുണ്ടായേ. മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ് ഒരാളും മഞ്ഞിൽ വിരിഞ്ഞ പൂവേ എന്ന് പാടാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആർദ്രതയുണ്ടാവണം. പുഴയിൽ മാലിന്യം കലർത്തുന്ന കാളിയെതിരെ സമരം ചെയ്തു കൃഷ്ണൻ, അല്ലേ? ആ കൃഷ്ണഭക്തന്മാർ ഒരാളും ഒരു കുപ്പിയോ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയോ തോട്ടിലോ പുഴയിലോ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃഷ്ണഭക്തനല്ല, കംസഭക്തനാണെന്ന് മനസ്സിലായിക്കൊള്ളുക. കംസഭക്തനാണ്. കരുണം, വീര്യം, ശൃംഗാരം, ബീഭത്സം, അത്ഭുതം, ഹാസം, ശാന്തം, ഭയാനകം 9 രസമുണ്ട്. രസരാജനാണ് ശൃംഗാരം. ശൃംഗാരത്തിന് 16,000 ഭാവമുണ്ട്. 16,000 ശൃംഗാരവും ബാക്കി 8 രസവും. 16,008 രസങ്ങൾ കൊണ്ട് രസലീല. അതാ രാസലീല. രാസലീലയാടിയവൻ. സംഗീതം, നൃത്തം, പ്രകൃതി സ്നേഹം. അമ്പാടിയിൽ മഴ പെയ്യുന്നത് ഗോവർദ്ധനമുള്ളത് കൊണ്ടാ. കേരളത്തിൽ മഴ പെയ്യുന്നത് പശ്ചിമഘട്ടമുള്ളത് കൊണ്ടാണെന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞില്ലേ? അത് തന്നെയല്ലേ കൃഷ്ണൻ പറഞ്ഞത്? പൂജ കൊടുക്കേണ്ടത് ഗോവർദ്ധനത്തിനാണെന്ന്. അപ്പോ കാലാവസ്ഥയുടെ ശാസ്ത്രീയമായ നിരീക്ഷണം ആദ്യം അവതരിപ്പിച്ച കൃഷ്ണനല്ലേ? ആർദ്രതയുടെയും തത്വശാസ്ത്രം അർജുനന് ഉപദേശിച്ച ഭഗവത്ഗീത. സത്യാന്വേഷണത്തിന്റെ തത്വശാസ്ത്രവും സൗന്ദര്യബോധവും കൃഷ്ണനുണ്ട്. നന്മയുടെ ബോധം രാമനുണ്ട്. സത്യവും നന്മയും സൗന്ദര്യവും ചേർന്നതാണ് മനുഷ്യന്റെ ഭക്തി. സത്യവും നന്മക്ക് ശിവം എന്ന് പറയും. സൗന്ദര്യവും പൊൽത്തിങ്കൽക്കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്രശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്തധൂർജടി ഹസ്തമാർന്ന തുടിതൻ ഉത്താളടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. ഈ അടിത്തറയിൽ വേണം നമ്മുടെ ഭക്തി പടുത്തുയർത്താൻ. സത്യാന്വേഷണം തുടർന്നില്ല, അതാ നമ്മുടെ രാജ്യം തകർന്നത്. നന്മയും സൗന്ദര്യബോധവും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ 3 അടിത്തറ, ഈ അസ്ഥിവാരത്തിൽ പടുത്തുയർന്ന ഭക്തി ഉണ്ടാവണം. ആ ഭക്തിയായിരിക്കണം. ഈ മഹാസത്രത്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു ചിരാത് ഇവിടെ കൊളുത്തി വെക്കൂ. ഒരു ചിരാത് ഇവിടെ കൊളുത്തി വെക്കൂ.
ആന്തരികമായ വെളിച്ചമുണ്ടാകൂ. ധിയോയോന പ്രചോദയാത് എന്ന മന്ത്രത്തോടെ തിരിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോഴാണ് നമ്മുടെ ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും എല്ലാം വളരുമ്പോൾ മാനവികതയും സ്നേഹവും വളരണം. അല്ലാതെ ദുഷ്ടലാക്കുകൾ വളരാനല്ല. ഇത്രയും അമ്പലം ഉണ്ടാക്കി വെച്ച് ഇത്രയും കാശും ഇത്രയും സമയവും ഇത്രയും അധ്വാനവും ചെലവഴിച്ചിട്ട് ഓപ്പറേഷൻ എല്ലാം വിജയിക്കുന്നുണ്ട്, പക്ഷെ രോഗി മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത്രയും കഷ്ടപ്പെട്ടിട്ടും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നന്മയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എവിടെയോ നമുക്കൊരബദ്ധം പറ്റിയിട്ടുണ്ട്. ആ അബദ്ധം ദർശനത്തിന്റെ അടിത്തറയിൽ നമ്മുടെ ഭക്തി വളർത്തിയെടുക്കണം. സൗന്ദര്യബോധത്തിന്റെ, മാനവിക ബോധത്തിന്റെ അടിത്തറയിൽ ഭക്തി വളർത്തിയെടുക്കാൻ നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ദൂരത്ത് നിന്ന് വിഷു സംക്രമം, നിങ്ങൾക്ക് വലിയതല്ല വിഷു, നമുക്ക് ഭയങ്കര ഉത്സവമാണ്, അതിൻ്റെ ഇടയിലും ഇവിടെ വന്നത് ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ്. ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്താൻ എന്നെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയ നാരായണസ്വാമി അടക്കമുള്ള ഇതിൻ്റെ സംഘാടകരോടും 2 മണിക്കൂർ നേരമായിട്ട്, സാധാരണ 3/4 മണിക്കൂറിൻ്റെ അപ്പുറം ക്ലാസ്സിലെ കുട്ടികൾ പോലും ഇരിക്കൂല, 2 മണിക്കൂറിലധികമായിട്ട് ഒരാൾ പോലും ഉറങ്ങാതെ എഴുന്നേറ്റ് പോകാതെ എന്നെ കേട്ടിരുന്നതിന് ഈ വലിയ ജനക്കൂട്ടത്തിൻ്റെ മുന്നിൽ ഞാൻ ശിരസ്സ് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു.